السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على من أرسله الله سيدنا محمد وعلى آله وأصحابه الفائزين برضا الله. رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാനമുള്ള സഹോദരന്മാരെ, ഇസ്തിഗാസ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സംവാദത്തിന് തയ്യാറാവുകയും ഇന്നത്തെ ദിവസം നിശ്ചയിക്കുകയുമാണ് ചെയ്തത്. സമയം അല്പം വൈകിയെങ്കിലും നമ്മളിവിടെ ആരംഭിക്കുകയാണ്. മുജാഹിദ് പക്ഷത്തിന്റെ വാദം, ആര് എവിടെ നിന്ന് എപ്പോൾ എങ്ങനെ വിളിച്ചാലും ആ വിളി കേൾക്കാനും ഉത്തരം ചെയ്യാനും മഹാത്മാക്കൾക്ക് കഴിയില്ല. അങ്ങനെ വിളിക്കുന്നത് ശിർക്കാണ്, അത് ബാത്തിലാണ് എന്നാണ്. എന്റെ ഒന്നാമത്തെ ചോദ്യം, ഒരു മുഅ്മിനായ അടിമ, ഒരു മുഅ്മിനായ ആള് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾക്കും, ഉത്തരം ചെയ്യും എന്ന വിശ്വാസത്തോടെ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചാൽ അത് ശിർക്കാണോ? അങ്ങനെ വിളിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് ഉത്തരം ചെയ്യുമോ? ഇതാണ് എന്റെ ഒന്നാമത്തെ ചോദ്യം. സമയം 3 മിനിറ്റ് ഉണ്ടെങ്കിലും നമുക്ക് ഡൗൺലോഡ് ആകാനൊക്കെ ഉള്ള പ്രയാസമുള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് ഒഴിവാക്കുകയാണ്. സമയം വളരെ ചുരുക്കി സംസാരിക്കാൻ ആഗ്രഹിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അൻബിയാൽ മുർസലീൻ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം തസ്ലീമൻ കസീറാ. അമ്മാ ബഅദ്. اللهم أعني ولا تعن علي وامكر لي ولا تمكر علي وانصرني على من بغى علي. اللهم أجب دعوتي وثبت حجتي واهدي قلبي وسدد لساني واصلح صحيمة صدري. സഹോദരന്മാരെ, ഇവിടെ വളരെ വ്യക്തമാണ് മുജാഹിദീങ്ങളുടെ വാദം. അഥവാ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും അതൊക്കെ കേട്ട് ഉത്തരം ചെയ്യാൻ അല്ലാഹു തആലക്ക് മാത്രമേ കഴിയൂ. അല്ലാഹു തആലയാണ് സമീർ, അല്ലാഹു തആല ബസീർ, അല്ലാഹു തആല അലീം. ആ രീതിയിൽ എവിടുന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും അടിമകളുടെ ഒക്കെ ശബ്ദം കേട്ട് ഉത്തരം ചെയ്യാനുള്ള കഴിവ് അല്ലാഹു തആലക്ക് മാത്രമേ ഉള്ളൂ. ഇനി ചോദ്യത്തിലേക്ക് കിടക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് ഒരു മുഅ്മിൻ പറയാനുണ്ട്. അത് എവിടുന്ന് വിളിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ട് ഉത്തരം ചെയ്യാൻ കഴിയും എന്ന വിശ്വാസം. അത് അസ്സലാമു അലൈക അയ്യുഹൻ നബി ആകട്ടെ, എന്തോ ആകട്ടെ, ആ രീതിയിൽ എവിടുന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും അഥവാ സൃഷ്ടികളോടൊക്കെ ഈ വിളികളൊക്കെ കേട്ട് ഉത്തരം ചെയ്യാനുള്ള കഴിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് അല്ലാഹു തആലയുടെ സിഫത്തുകളിൽ പങ്കുചേർക്കുകയാണ്. അങ്ങനെ ഒരു മുസ്ലിമും അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അടിമകൾക്ക് ശബ്ദങ്ങൾ കേട്ട് ഉത്തരം ചെയ്യാൻ അങ്ങനെ ഒരു ഇമ്മത്തും മനസ്സിലാക്കിയിട്ടില്ല. എന്താണിത്? ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയുടെ അവസ്ഥ, അസ്സലാമു അലൈക അയ്യുഹൻ നബി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഉദ്ദേശം? അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറഞ്ഞാൽ എല്ലാ അടിമകളുടെ ശബ്ദം കേട്ട് ഉത്തരം ചെയ്യാനുള്ള ഒരു വിളി ആണോ അല്ലേ എന്നൊക്കെയുള്ളത്, മുഹാത്തബായ സ്വീകരികളൊക്കെ ഉദ്ദേശം എന്താണ് എന്നൊക്കെ വിശദമായി തന്നെ ഇൻഷാ അല്ലാഹ് തുറന്നു വരും. എന്തായാലും ഇപ്പൊ ഉത്തരം എന്താണ്? അത് ശിർക്കാണോ ശിർക്കല്ലേ എന്നാണ് വ്യക്തമായി തന്നെ ആ ഒരാൾ വിശ്വസിക്കുകയാണ്. അള്ളാഹുവിന്റെ എല്ലാ അടിമകളിലെയും ഈ വിളികളൊക്കെ കേട്ട് ഉത്തരം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അസ്സലാമു അലൈക അയ്യുഹൻ നബി ആകട്ടെ എന്തുമാകട്ടെ ഈ അടിമകളൊക്കെ ശബ്ദങ്ങൾ കേട്ട് ഉത്തരം ചെയ്യാനും അതൊക്കെ പരിഹരിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിയുമെന്ന വിശ്വാസം അത് വ്യക്തമായി തന്നെ അള്ളാഹുവിനെ പങ്കുചേർക്കലാണ്. ഇജ്മാ കൊണ്ട് തന്നെ അത് എന്താണ്? അത് ശിർക്കുമാണ്. അള്ളാഹുവിന്റെ ഈ ഉലൂഹിയത്തിന്റെ സിഫത്തുകളായ സമീഉം ബസീറും അതുപോലെ അലീമും ഒക്കെ അല്ലാഹു തആലക്ക് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളാണ്. ഒരു സൃഷ്ടിക്കും അങ്ങനെ എന്തില്ല, ഒരു അവകാശം ആ വിഷയത്തില്ല. ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വാദം, ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസം. ഇൻഷാ അല്ലാഹ് ഇനി തുടർന്നുകൊണ്ട് ഇതിനെ പറ്റി ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായി തന്നെ അതിനുള്ള തെളിവുകളും അതുപോലെ പ്രമാണങ്ങളും ഇൻഷാ അല്ലാഹ് കൊണ്ടുവരുന്നത് തന്നെ ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉത്തരം ചെയ്യില്ല, അത് ഇജ്മാഅ് കൊണ്ട് ശിർക്കായതാണെന്നൊക്കെയാണ് സുഹൃത്തിന്റെ വാദം.
അദ്ദേഹത്തിന്റെ മറുപടി അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ, മാമിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി ഹത്താ അറുദ്ദഹു അലൈഹി. ഒരാള് എന്റെ മേൽ സലാം ചൊല്ലിയാൽ അള്ളാഹു എന്റെ റൂഹിനെ എന്നിലേക്ക് മടക്കുകയും ഞാൻ ആ സലാം മടക്കുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. അള്ളാഹു എന്നിലേക്ക് അത് മടക്കി തരികയും ഞാൻ അതിനും പ്രത്യുത്തരം ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി പറയുമ്പോൾ എന്ത് ഇജ്മാ ആണ് അതിന്റെ പിന്നിലെന്ന് മനസ്സിലാകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് കേൾക്കില്ലെന്നാണോ, നിങ്ങൾ എന്തുവാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് ഒട്ടും പിടികിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ അതിനെ തന്നെ ചോദിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോൾ ഒരു ശിർക്കിന്റെ പ്രചാരകനായിട്ടാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? അല്ലാഹു തആല മാത്രമാണ് എല്ലാം അറിയുന്നവൻ, അല്ലാഹു തആല മാത്രമാണ് എല്ലാം കാണുന്നവൻ, അല്ലാഹു തആല മാത്രമല്ല എല്ലാം കേൾക്കുന്നവൻ. فهذا ونحوه توحيد واجب بالإجماع من أهل الحق لا مشاركة لأحد فيه. എന്താണ് ഇവിടെ പറയുന്നത്? ഇതുപോലുള്ള വിശേഷണങ്ങളൊക്കെ അല്ലാഹു തആലക്ക് മാത്രം ഏകത്വമാക്കേണ്ട കാര്യങ്ങളാണ്, വാജിബാണ്, നിർബന്ധമാണ്. എങ്ങനെ നിർബന്ധമാണ്? ബിൽ ഇജ്മാ കൊണ്ട് തന്നെ. അല്ലാഹു തആല മാത്രമാണ് എല്ലാം കാണുന്നവൻ, അല്ലാഹു തആല മാത്രമെല്ലാം എല്ലാം കേൾക്കുന്നവൻ, അല്ലാഹു തആല മാത്രമാണ് എല്ലാം അറിയുന്നവൻ. മിൻ അഹ്ലിൽ ഹഖ് അഥവാ അഹ്ലുസ് സുന്ന വൽ ജമാഅത്തിന്റെ ഇടയിൽ ഇത് അല്ലാഹു തആലക്ക് മാത്രം അവകാശപ്പെട്ട കാര്യമാണ്. ലാ മുശാറകത അഹദിൻ ഫീഹി, ഒരൊറ്റ പഠിപ്പിനെയും അല്ലാഹു തആല ഇതിൽ പങ്കു ചേർക്കാൻ പറ്റില്ല. അഥവാ എല്ലാം കാണാനും കേൾക്കാനും അറിയാനും അല്ലാഹു തആലക്ക് മാത്രമേ കഴിയൂ. ഇത് ഇജ്മാ ആണെന്നുള്ളത് തൊള്ളപടായി പറഞ്ഞതല്ല, മറിച്ച് ഇജ്മാ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഖറാഫി അദ്ദേഹത്തിന്റെ ഫുറൂഖിൽ പറഞ്ഞ കാര്യമാണ്. പിന്നെ നിങ്ങൾ ഉദ്ധരിച്ചത് ഹദീസ് നാമിൻ റജുലിൻ എന്ന് പറയുന്ന സുനൻ അബീ ദാവൂദ് പറഞ്ഞ ഹദീസ്, അത് വ്യക്തമായി തന്നെ അഹ്ലുസ് സുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ പറഞ്ഞു തന്ന കാര്യമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിലേക്ക് പോയി നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടക്കുമെന്നാണ്. അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സലാമുകളും മടക്കും എന്ന ആശയമല്ല. അത് വ്യക്തമായി തന്നെ നിങ്ങൾ ചോദിച്ചോളൂ. കിതാബുകളും ഇമാമിയങ്ങളും അതുപോലെ ഗ്രന്ഥങ്ങളൊക്കെ നിങ്ങൾ ഉദ്ധരിച്ച ഹദീസിന്റെ ഫഹ്മ്, നിങ്ങൾ ഉദ്ധരിച്ച ഹദീസിന്റെ ആ സത്യാവസ്ഥ, നിങ്ങൾ ഉദ്ധരിച്ച ഹദീസിന്റെ യഥാർത്ഥ ആശയം എന്താണെന്നുള്ളത് വ്യക്തമായി തന്നെ ഹദീസിന്റെ ഷറഹിന്റെ കിതാബുകളിലും അതുപോലെ തന്നെ മറ്റുള്ള ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ വെച്ചത് സ്ഥാപിക്കും. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടുന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം ചെയ്യും എന്ന നില അല്ല ഇമാമികൾ മനസ്സിലാക്കി എന്നുള്ളത് വ്യക്തമായി തന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് കാണിച്ചു തരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി റഹ്മാൻ റഹീം. അപ്പോൾ എന്ത് ഇജ്മാ ആണെന്നൊക്കെയാണ് നമ്മുടെ സഹോദരൻ ഇവിടെ ഹാരിസ് മജീദ് പറഞ്ഞത്. ഇവിടെ വ്യക്തമായി തന്നെ മാലിക്കി മദ്ഹബിലെ പ്രഗത്ഭരായ പണ്ഡിതൻ അഥവാ ഇമാം ഖറാഫി അഥവാ ഇസ്മിഅദ് ഇസ്ലാമിന്റെ ശിഷ്യനും അതുപോലെ തന്നെ ഫാഖിഹാനിയുടെ ഉസ്താദായ ഇമാം ഖറാഫി അദ്ദേഹത്തിന്റെ ഫുറൂഖിൽ പറയുന്ന കാര്യമുണ്ട്. വകദാലിക യജിബു തൗഹീദുഹു തആല ബിഇസ്തിഹ്ഖാഖിൽ ഇബാദത്തി വൽ ഇലാഹിയത്തി. അതോ അല്ലാഹു തആലക്ക് മാത്രം ഏകത്വമാക്കേണ്ട കാര്യമാണ് അല്ലാഹു തആലയുടെ ഇബാദത്തും അതുപോലെ തന്നെ അല്ലാഹു തആല ഉലൂഹിയത്തും. വഉമൂമു തഅല്ലഖു സിഫാത്തിഹി തആല, അതുപോലെ തന്നെ അതിന് അനുയോജ്യമായ സിഫത്തുകളും അല്ലാഹു തആലക്ക് മാത്രം ഏകത്വമാക്കേണ്ട കാര്യങ്ങളാണ്. എന്താണ് ആ കാര്യങ്ങളൊക്കെ? فيتعلق علمه بجميع المعلومات وإرادته بجميع الكائنات وبصره بجميع الموجودات الباقيات والفانيات وسمعه بجميع الأصوات وخبره بجميع المخبرات. എന്താണ് ഇവിടെ പറയുന്നത്? അല്ലാഹു തആല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അപ്പോ ഇജ്മാ എന്നുള്ളത് നമ്മുടെ തൊള്ളപടായിയാണ് എന്ന നിലക്കാണ് നമ്മുടെ സഹോദരൻ ഹാരിസ് മജീദ് പറഞ്ഞത്. ഇത് വ്യക്തമായി തന്നെ ഇമാം ഖറാഫി അദ്ദേഹത്തിന്റെ ഫുറൂഖിൽ അഥവാ ഇമാം ഖറാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്മിഅദ് ഇസ്ലാമിന്റെ ശിഷ്യനും അതുപോലെ തന്നെ ഇമാം ഫാഖിഹായ ഉസ്താദുമായ ഇമാം ഖറാഫി പറയുന്നു, വകദാലിക യജിബു തൗഹീദുഹു തആല ബിഇസ്തിഹ്ഖാഖിൽ ഇബാദത്തി വൽ ഇലാഹിയത്തി വഉമൂമു തഅല്ലുഖി. അതുപോലെ തന്നെ
അള്ളാഹു താലയെ ഏകത്വമാക്കണം. ഏതെങ്കിലും ഏകത്വമാക്കണം? അള്ളാഹു താല ഇബാദത്തിലും അള്ളാഹു താല ഉലൂഹിയത്തിലും അതുപോലെയുള്ള സിഫത്തുകളും അള്ളാഹു താല ഏകത്വമാക്കണം. فتعلق علمه بجميع المعلومات وإرادته بجميع الكائنات وبصره بجميع الموجودات الباقيات والفانيات وسمعه بجميع الأصوات وخبره بجميع المخبرات. എന്താണ് പറയുന്നത്? ഇവിടെ അള്ളാഹു താലക്ക് ഇബാദത്തിന്റെ അനുയോജ്യമായ ഗുണങ്ങൾ അഥവാ എല്ലാം കാണുക, എല്ലാം കേൾക്കുക, എല്ലാം അറിയുക എന്നുള്ളത് അള്ളാഹു തആല ഏകത്വമാക്കേണ്ട ഒരു കാര്യമാണ്. ഫഹാദാ വനഹ്വുൻ തൗഹീദുൻ വാജിബുൻ. ഇതും ഇതുപോലുള്ള അള്ളാഹുവിന്റെ വിശേഷങ്ങളൊക്കെ അള്ളാഹു തആലക്ക് മാത്രം ഏകത്വമാക്കേണ്ട കാര്യമാണ്. വാജിബുൻ നിർബന്ധമാണ്. ബിൽ ഇജ്മാ ഇജ്മാ കൊണ്ട് നിർബന്ധമാണ്. മിൻ അഹ്ലിൽ ഹഖ് അഹ്ലുസുന്ന വൽ ജമാഅത്ത് അഹ്ലുൽ ഹഖിന്റെ ഇടയിൽ ഇത് ഇജ്മാ ആണ്. അള്ളാഹു തആല മാത്രമാണ് എല്ലാം കാണുന്നവൻ, അള്ളാഹു തആല മാത്രമാണ് എല്ലാം കേൾക്കുന്നവൻ, അള്ളാഹു തആല മാത്രമാണ് എല്ലാം അറിയുന്നവൻ എന്ന നിലക്ക് അള്ളാഹു തആല ഈ ഗുണങ്ങൾ അള്ളാഹു തആല ഏകത്വമാക്കേണ്ട കാര്യമാണ്. ലാ മുശാറകത ലി അഹദിൻ ഫീഹി. ഒരൊറ്റ പടപ്പിനെയും ആ നിലക്ക് അള്ളാഹു തആല ഇതിൽ എന്ത് ചെയ്യാൻ പാടില്ല? പങ്കു ചേർക്കാൻ പാടില്ല. അപ്പൊ അള്ളാഹു തആല പോലെ കാണാനും കേൾക്കാനും അറിയാനും എല്ലാം കാണുവൻ, എല്ലാം കേൾക്കുന്നവൻ, എല്ലാം അറിയുന്നവൻ അള്ളാഹു തആലയാണ്. അത് കാരണമാണ് ഖദസനി അല്ലാഹു ഖൗലത്തി എന്ന ആയത്തിന്റെ ഉദ്ദേശത്തിൽ ആയിഷ റളിയല്ലാഹു പറയുന്നു അള്ളാഹു തആല എല്ലാം കേൾക്കുന്നവനാണ് എന്ന് വ്യക്തമായി തന്നെ പറഞ്ഞു. പിന്നെ നിങ്ങൾ ഉദ്ധരിച്ച ഹദീസ് മാമിൻ റജുലിൻ എന്ന സുനൻ അബീ ദാവൂദിൽ ഉദ്ധരിച്ച ഹദീസ്, ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅത്തെ പണ്ഡിതന്മാർ ആ ഹദീസിന്റെ ശറഹിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിയാറത്ത് ചെയ്യുമ്പോൾ ഖബറിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? അതിന് മറുപടി നൽകും. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആര് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും ഉത്തരം ചെയ്യും അല്ലെങ്കിൽ മറുപടി നൽകും എന്ന നിലക്കല്ല എന്ന് വ്യക്തമായി തന്നെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് വ്യക്തമായി തന്നെ എവിടെയാണതുള്ളത്, ആരൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ വ്യക്തമായി തന്നെ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് കാണിച്ചു തരാം. നമ്മുടെ സുഹൈൽ സാഹിബ് പറഞ്ഞിപ്പോ സമയവും പോയി, സമയത്തിന്റെ കാര്യവും മറന്നു, എല്ലാം മറന്നൊരവസ്ഥയിലേക്കാണല്ലോ. എവിടം വരെയാ അദ്ദേഹം പറഞ്ഞു പോണത്? ഞാൻ വളരെ സിമ്പിൾ ആയിട്ടല്ലേ ചോദിച്ചത്. ഞാൻ ചോദിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരാള് വിളിച്ചാൽ അത് ശിർക്കാണോ? നബിതങ്ങൾക്ക് അതിന് ഉത്തരം ചെയ്യാൻ കഴിയുമോ എന്നാ ഞാൻ ചോദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാം മടക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സ്വഹീഹായ ഹദീസാണ് ഞാൻ അതിന് ഉപോത്ബലകമായി നിങ്ങൾക്ക് നൽകിയത്. നിങ്ങൾ ആ ഹദീസ് സംബന്ധമായ എന്തെങ്കിലും ഒന്ന് പറയാതെ നിങ്ങളിങ്ങനെ ബേജാറ് കാണിക്കേണ്ട ഹബീബെ. ഞാൻ ചോദിക്കുന്നത് വളരെ നിസ്സാരമായ ഒരു ചോദ്യമാണ്. നിങ്ങളോട് ചോദിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പറഞ്ഞ ഹദീസിൽ നബി തങ്ങൾ ഉത്തരം ചെയ്യുമെന്നല്ലേ പറഞ്ഞത്? പിന്നെ അദ്ദേഹം പറയുന്നത് അല്ലാഹു തആലയാണ് എല്ലാ കഴിവിനും. അതിപ്പോ നമുക്ക് ആർക്കാ തർക്കമുള്ളത്? എല്ലാ കഴിവും അള്ളാഹുവിന് തന്നെയാ, അതിലൊന്നും ഞങ്ങൾക്ക് ഇവിടെ തർക്കമില്ല. പക്ഷെ ആ കഴിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുക്കുന്നു എന്ന വിശ്വാസം വാദം എഴുതിയപ്പോ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? വാദം എഴുതിയ സമയത്ത് നിങ്ങളത് കേട്ടിട്ടില്ലേ? നമ്മുടെ വാദം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അപ്പോൾ എന്റെ ചോദ്യം ഞാൻ വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ എന്റെ മേലിൽ സലാം ചൊല്ലിയാൽ അള്ളാഹു എന്റെ റൂഹിനെ എന്നിലേക്ക് മടക്കുകയും ഞാൻ അതിന് സലാം മടക്കുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കുകയാണ്. ആ പ്രഖ്യാപനത്തെ ചുറ്റിയാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഒരാള് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചാൽ അത് ശിർക്കാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് ഉത്തരം ചെയ്യുമോ? ഇതാണ് എന്റെ ചോദ്യം. ഇതിനാണ് താങ്കളിൽ നിന്ന് ഞാൻ മറുപടി പ്രതീക്ഷിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പൊ മുസ്ലിയാര് ഞാൻ ബേജാറായെന്ന് പറഞ്ഞു. ബേജാറായത് എന്താണ്, ആരാണെന്നുള്ളതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് വ്യക്തമായി തന്നെ കാണാം. കാരണം ഞാൻ പറഞ്ഞത് ഇമാമിയങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ എല്ലാ കഴിവുകളും അല്ലാഹു തആലയുടെ മാത്രമല്ല, അല്ലാഹു തആലക്ക് മാത്രം ഏകത്വമാക്കേണ്ട കാര്യങ്ങളാണ് അല്ലാഹു തആല അല്ലാഹു തആല ആരാധിക്കുന്നത്. അതുപോലെ തന്നെ ഉമൂമു തഅല്ലുഖി സിഫാത്തിഹി തആല, അത് ബന്ധമായ അള്ളാഹുവിന്റെ സിഫാത്തുകളും അല്ലാഹു തആലക്ക് മാത്രം ഏകത്വമാക്കേണ്ട കാര്യങ്ങളാണ്. അതെന്തൊക്കെയാണ്?
എല്ലാം അറിയുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. എല്ലാം കേൾക്കുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. എല്ലാം അറിയുന്ന ആരാണ്? അള്ളാഹുവാണ്. എന്നിട്ട് പിന്നെ അദ്ദേഹം പറഞ്ഞു ഫഹാദാ വനഹ്വുഹു തൗഹീദുൻ വാജിബുൻ ബിൽ ഇജ്മാഅ്. അഥവാ ഇതേപോലെയുള്ള വിശേഷണങ്ങൾ, അഥവാ കാമില എല്ലാം കാണാനും കേൾക്കാനും അറിയാനും ഉള്ള കഴിവുകൾ അല്ലാഹു തആലക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ബിൽ ഇജ്മാഅ്, ഇജ്മാഅ് കൊണ്ട് മിൻ അഹ്ലിൽ ഹഖ്, അഹ്ലുസ് സുന്ന വൽ ജമാഅത്തിന്റെ ഇടയിൽ ലാ മുശാറകത ലി അഹദിൻ ഫീ. ഇതിനെ പറ്റിയിട്ട് മുസ്ലിയാർ എന്താ പറഞ്ഞത്? എല്ലാ കഴിവുകളും അല്ലാഹു തആലയാണ്. അതല്ല, ഇവിടെ എല്ലാം കാണുന്നവൻ അല്ലാഹു തആലയാണ്, എല്ലാം കേൾക്കുന്നവൻ അല്ലാഹു തആലയാണ്, എല്ലാം അറിയുന്നവൻ അല്ലാഹു തആല മാത്രമാണ്. ഇതിനെ പറ്റി മുസ്ലിയാർ ഒന്നും മിണ്ടിയിട്ടില്ല. പിന്നെ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഉദ്ദേശിച്ച ഹദീസ് മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി ഹത്താ അറുദ്ദ അലൈഹിസ്സലാം എന്നുള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇമാമിയങ്ങൾ അത് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടെന്നറിയോ? ഈ ഹദീസ് ഫഹമൽ ഉലമാ മിൻഹു സലാം ഇൻദ ഖബ്രിഹി, അഥവാ ഇതിന്റെ ഉദ്ദേശം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ അടുത്ത് വന്നു കഴിഞ്ഞാൽ അത് ഉത്തരം ചെയ്യുമെന്നാണ്. വീണ്ടും എന്താണ് അവിടെ പറയുന്നത്? ഫഹാദ അഹ്മദ് അഹ്മദ് വഅബീ ദാവൂദ്, ഇമാം അഹ്മദും അതുപോലെ അബൂ ദാവൂദും അതുപോലെ തന്നെ മറ്റുള്ളവരും ഒക്കെ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. വലൈസ ബി ലഫ്സിൽ ഹദീസിൽ മഅലൂഫി സുനനി ഇൻദ ഖബ്രി, ഒരിക്കലും അവിടെ ഇൻദ ഖബ്രി എന്നില്ല. ലാകിൻ അറഫു അന്ന ഹാദാ ഹുവൽ മുറാദ്, എന്നാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? അത് ഖബറിന്റെ അടുത്ത് എന്നാണെന്നുള്ളത് വ്യക്തമായി തന്നെ അഹ്ലുസ് സുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അവരുടെ കിതാബുകൾ എഴുതി വെച്ച കാര്യമാണ്. അതുകൊണ്ട് സഹോദരത്തോട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കുന്നു പറഞ്ഞത് അത് എല്ലാവർക്കും മറുപടി കൊടുക്കും എന്ന അർത്ഥത്തിലല്ല, അത് മുഹാലാണ്. അത് വ്യക്തമായി തന്നെ അഹ്ലുസ് സുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അത് വ്യക്തമായി തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞ നമസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു മടക്കും എന്ന അർത്ഥത്തിലേ അല്ല. അതാണ് ഇവിടെ പറഞ്ഞത്. വലൈസ ബിലഫ്സിൽ ഹദീസിൽ മഅലൂഫി സുനൻ ഇൻദ ഖബ്രി, ഖബറിന്റെ അടുത്ത് എന്നുള്ളതില്ലെങ്കിലും പക്ഷേ അറഫു അന്ന ഹാദാ ഹുവൽ മുറാദ്, പണ്ഡിതന്മാർക്കിടയിൽ ഇത് വ്യക്തമാണ്, ഇത് ഖബറിന്റെ അടുത്ത് വന്ന് മാത്രമാണ്, അല്ലാതെ എല്ലായിടത്തും എന്ന അർത്ഥത്തിലല്ല. ഇതിനെ പറ്റി നിങ്ങൾ എന്ത് ചെയ്യാം? മറുപടി പറ. അപ്പൊ സുഹൈൽ യൂസഫ് എന്നോട് മറുപടി പറയാനാ പറയുന്നത്. കൂട്ടുകാരാ, ഞാൻ ചോദിക്കുന്നു, നിങ്ങളാ മറുപടി പറയേണ്ടത്. മറന്നുപോയോ? ഞാനാ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ മിൻ അഹദിൻ, ഒരാളുമല്ല. നിങ്ങളെന്താ പറഞ്ഞത്? ഖബറിനരികിലാണ്. അപ്പൊ ഖബറിനരികിൽ പറ്റുമെന്ന നിങ്ങളുടെ വാദം? ഖബറിനരികിൽ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചാൽ ശിർക്കല്ല എന്ന നിങ്ങളുടെ വാദം? നിങ്ങൾ പറഞ്ഞത് എന്താ? എവിടെ, എങ്ങനെ, എപ്പോൾ, എങ്ങനെ, എവിടെ? ഒന്നുമില്ല. ഇന്ദ ഖബരിയില്ല, ഒന്നുമില്ല. അപ്പോൾ ഞാൻ വീണ്ടും ചോദിക്കുന്നു, മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ, ഒരാളും എന്റെ മേലിൽ സലാം ചൊല്ലിക്കഴിഞ്ഞാൽ ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി, അല്ലാഹു എന്റെ റൂഹിനെ മടക്കാതിരിക്കുകയില്ല. ഹത്താ അറുദ്ദഹു അലൈഹിസ്സലാം, ഞാൻ അവന് സലാം മടക്കുന്നത് വരെ. ഒരാളുമെന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. നിങ്ങൾ എന്തിനാ ഇതിനു മാത്രം ബേജാറാകുന്നത്? നിങ്ങൾ ബേജാറായിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞു നേരത്തെ ഞാൻ പറഞ്ഞിട്ടൊന്നും മിണ്ടിയില്ലാന്ന്. ഞാൻ മിണ്ടേണ്ട സമയത്ത് മിണ്ടിക്കോളാം, എനിക്കറിയാത്. ഞാനിപ്പോ ചോദ്യം ചോദിക്കുന്നു ഹബീബെ, നിങ്ങൾ മറുപടി പറയ്. ഈ ഹദീസിൽ നിന്ന് ഒരു വിശ്വാസി ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് നബി തങ്ങളെ വിളിച്ചാൽ അത് ഷിർക്കാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് ഉത്തരം ചെയ്യുമോ? ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ പോരാ. ആ ഹദീസ് ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ പോരാ, അതിന് തെളിവുദ്ധരിക്ക്. നിങ്ങൾ പറയുന്നത് അള്ളാഹുവാണ് എല്ലാം കേൾക്കുന്നത്, അള്ളാഹുവാണ് എല്ലാം കറിയുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതല്ലേ. ഇന്നമാന ഖാസിമുൻ വല്ലാഹു യുഅതി, ഞാൻ വിതരണക്കാരൻ മാത്രമാണ്, അള്ളാഹുവാണ് എല്ലാം നൽകുന്നതെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞില്ലേ, അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ, എല്ലാ കഴിവും അള്ളാഹുവിനാണെന്ന്. അതിലൊന്നും ഇവിടെ ഞങ്ങൾക്ക് തർക്കമില്ല. ഞങ്ങളുടെ വാദം എഴുതുമ്പോൾ, അതിന് വാദം പറയുമ്പോൾ ഞങ്ങളത് വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചതിന് മറുപടി. മുസ്ലിയാരെ ഈ 3 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കേവലം ചോദ്യം ചോദിക്കാൻ മാത്രമല്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങളെ ഗണ്ണിക്കാൻ കഴിയണം. ഗണ്ണിച്ചുകൊണ്ട് അത് വ്യക്തമായി തന്നെ നിങ്ങൾ അത് സ്ഥാപിക്കണം. നിങ്ങൾ പറഞ്ഞ വാദം ശരിയാണെന്നുള്ളത് നിങ്ങൾ ഉദ്ദേശിച്ച ഇമാമിൻ റജുൽ എന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറയുന്നു, വഅന്നഹും ലം യറുദ് അലാ കുല്ലി മുസ്ലിമിൻ അലൈഹി ഫിസ്സലാത്തി ഫി ശർഖിൽ അർദി വഗർബിഹ. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മുസ്ലിമീങ്ങളും മശ്രിഖ് മുതൽ മഗ്രിബ് വരെ എല്ലാ മുസ്ലിമീങ്ങളുടെയും സലാമിന് ഉത്തരം നൽകുമെന്ന അർത്ഥം ഈ ഹദീസിന് ഇല്ല. നിങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ വക, ഞാൻ പറഞ്ഞത് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വക. ഇതാണ് വ്യത്യാസം. അതുപോലെ തന്നെ ഫഹിമൽ ഉലമാഉ മിൻഹു സലാം ഇൻദ ഖബ്രിഹി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ പോയി കഴിഞ്ഞാൽ അതാണ് അവിടെ ഉദ്ദേശം. അത് എല്ലാവർക്കും അറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, ആര് പോയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഖബറിൽ പോയി കഴിഞ്ഞാൽ സലാമും അതുപോലെ തന്നെ സലാത്തും ഒക്കെയുള്ള വ്യക്തമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അതല്ലാതെ അതിലൊന്നും ഇവിടെ തർക്കമില്ല. ഇവ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ കേട്ട് ഉത്തരം ചെയ്യാനുള്ള കഴിവ് ഉണ്ട് എന്ന നിലക്ക് നിങ്ങൾ ഉദ്ധരിച്ച ആ തെളിവ് ഒരിക്കലും ഇവിടെ എന്തല്ല, ആ തെളിവല്ല. ഇതാണ് അവിടെ പറയുന്നത്. പിന്നെ നിങ്ങൾ ഉദ്ധരിച്ചേണ്ടത് എല്ലാ കഴിവുകളും അല്ലാഹു തആലയാണ്. അങ്ങനെ മാത്രമല്ലല്ലോ അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വ്യക്തമായി തന്നെ ഇമാം ഖറാഫി പറയുന്നു, അഥവാ അല്ലാഹു തആലക്ക് മാത്രമുള്ള ഗുണങ്ങളാണ് എല്ലാം കാണുക, എല്ലാം കേൾക്കുക, എല്ലാം അറിയുക. ലാ മുശാറകത്തിൽ യഹദിൻ ഫീ. ഒരൊറ്റ പടപ്പിനെയും അല്ലാഹു തആലക്ക് അങ്ങനെ പങ്കുചേർക്കമല്ല. മാത്രമല്ല ഒരു പടപ്പ് അള്ളാഹുവിന്റെ മാത്രം സിഫത്തുകളായ കഴിവുകളെ ചോദിക്കുന്നത് അതുപോലും ശിർക്കാണെന്നുള്ള ഇമാം ഖറാഫി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത്. അഥവാ അള്ളാഹു തആലയുടെ ഖുസൂസിയ ഇലാഹിത്തിന്റെ ഗുണങ്ങൾ പോലും അല്ലെങ്കിൽ ഖുസൂസിയ ഇലാഹത്തിന്റെ കഴിവുകൾ പോലും അത് അള്ളാഹുവിനോട് തേടുന്നത് പോലും എന്താണ്, അത് വ്യക്തമായിട്ട് ശിർക്കാണ് എന്നുള്ളത് അദ്ദേഹം ഇതിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞത്. അതുകൊണ്ടൊന്നും നിങ്ങൾ ഈ കിതാബ് ഉദ്ധരിച്ചുകൊണ്ട് അതിന്റെ ലഫ്ലുകൾ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ ദീനം ഗണ്ണിക്കണം. അതല്ലാതെ കേവലം ചോദിക്കാൻ, അത് ആർക്കും ചോദിക്കാലോ, ഏത് ആൾക്കാർ ചോദിക്കാലോ. മറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളെ വ്യക്തമായി തന്നെ ഗണ്ണിക്കണം. നിങ്ങൾ ഉദ്ധരിച്ച ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അത് കേവലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലേക്ക് പോയി സലാം മടക്കി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടക്കുമെന്നാണ്. ഇൻഷാ അല്ലാഹ് അതിനെ തുടർന്നുള്ള ഹദീസുകളും വ്യക്തമായി തന്നെ അല്ലാഹു തആല ഒരു മലക്കിനെ ഉദ്ദേശിച്ചിട്ടുണ്ട്. ആ മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ എത്തിക്കും, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടക്കും എന്നുള്ളതുമാണ് അതിന്റെ ഉദ്ദേശം എന്നുള്ളതും ഇതിന്റെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മശ്രിഖ് മുതൽ മഗ്രിബ് വരെ എല്ലാ മുഅ്മിനീങ്ങളുടെയും സലാം മടക്കും എന്ന് ഒരിക്കലും ആ ഹദീസ് അർത്ഥമില്ല എന്ന് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ഗ്രന്ഥം ചോദിക്കുന്നില്ല, ഇമാമിനെ ചോദിക്കുന്നില്ല, നിങ്ങളൊന്നും ചോദിക്കുന്നില്ല. കേവലം ഞാൻ ചോദ്യം ചോദിക്കുന്നു എന്ന് ചോദിക്കാതെ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിനെ ഗണ്ണിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം, കഴിയണം. ആയിക്കോട്ടെ. സുഹൈൽ സാഹിബേ, നിങ്ങൾ എന്നോട് ചോദിക്കുന്നു പറയാൻ എനിക്കിഷ്ടമുള്ളതല്ലേ ചോദിക്കുക, എനിക്ക് ആവശ്യമുള്ളതല്ലേ ചോദിക്കുക. ഞാൻ ചോദിച്ചു കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ ഖബറിനരികിൽ വന്നാൽ പറ്റുമെന്നാ നിങ്ങളുടെ ഇത്? ഖബറിനരികിൽ വന്നാൽ പറ്റുമെന്നാ? എന്തോ നിങ്ങളുടെ വാദം അങ്ങനെ? അപ്പൊ ആദ്യം നിങ്ങൾ വാദം എഴുതിയപ്പോഴത്തേക്ക് അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. എവിടെ നിന്ന് എപ്പോൾ എങ്ങനെ എന്നൊക്കെയാണല്ലോ നിങ്ങൾ പറഞ്ഞത്. ഖബറിനരികിൽ വന്നാൽ പിന്നെ മലക്കുകൾ ഏൽപ്പിക്കുമെന്ന്. മലക്കുകൾ ഏൽപ്പിക്കുന്നതിനാ ഖബറിനരികിൽ വന്നാൽ പിന്നെ മലക്കുകൾ ഏൽപ്പിക്കണോ? അപ്പൊ എവിടെ ഉള്ളതും മലക്കുകളെ ഏൽപ്പിച്ചുകൊണ്ടായിക്കൂടെ? അവിടെ ഒരുപാട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹിനെ മടക്കി കൊടുക്കും, അതുപോലെ റൂഹിനെ ഊരിയെടുക്കും, അതുപോലെ തന്നെ റൂഹ് ഊരിയെടുക്കുമ്പോൾ മരണത്തിന്റെ വേദന ഉണ്ടാകില്ല എന്ന് തുടങ്ങിയുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ആ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പറയാ നിങ്ങൾ കിതാബ് ചോദിക്കണില്ലല്ലോ, ആ ഇമാമിനെ ചോദിക്കണില്ലല്ലോ. ഞാനതൊക്കെ ചോദിച്ചോളാന്നേ. നിങ്ങൾ എന്തിനാ ആ വിഷയത്തിൽ ഞാൻ എന്ത് ചോദിക്കണമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ബുദ്ധിമുട്ടാകണ്ട. ഞാൻ ഇത്രയേ പറഞ്ഞുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു വിശ്വാസി എവിടെ നിന്നെങ്കിലും നബി തങ്ങൾ കേൾക്കുമെന്ന വിശ്വാസത്തോടെ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചാൽ അത് ശിർക്കാകുമോ എന്ന ആ ചോദ്യത്തിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. നിങ്ങൾ അതിന് വ്യക്തമായൊരു ഉത്തരം പറയാതെ ഞാൻ ഹദീസുകൾ കൊടുത്തു, എന്നിട്ട് നിങ്ങൾ ഇമാമിയങ്ങൾ അങ്ങനെ പറഞ്ഞു, ഇമാമിയങ്ങൾ അങ്ങനെ പറഞ്ഞു, ഇമാമിയങ്ങൾ ആ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, മലക്കുകൾ എത്തിച്ചു കൊടുക്കുമെന്ന് നിങ്ങൾ പറഞ്ഞ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. മലക്കുകൾ എത്തിച്ചു കൊടുക്കട്ടെ, ആരെങ്കിലും എത്തിച്ചു കൊടുക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കേൾക്കുമോ? എല്ലാം അങ്ങനെ തന്നെയല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മലക്കുകളല്ലേ പലതും എത്തിച്ചു കൊടുക്കാറുള്ളത്. അതൊന്നും നമുക്കിവിടെ തർക്കമുള്ള വിഷയമല്ല. ഏതായാലും ഒന്നാമത്തെ ചോദ്യം അവിടെ അവശേഷിക്കുന്നതോടൊപ്പം രണ്ടാമത് ഞാൻ ചോദിക്കുന്നു, ഒരാള് ഒരു പ്രദേശത്ത് ഒറ്റപ്പെട്ടുപോയി, വഴിതെറ്റിപ്പോയി.
ഉടനെ തന്നെ അദ്ദേഹം യാ ഇബാദല്ലാഹി അഈനൂനി, അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് വിളിച്ചാൽ അത് ശിർക്കാണോ? റഹീം. അപ്പൊ മുസ്ലിം ചോദിക്കുന്ന ഖബറിന്റെ അടുത്ത് വന്നാൽ നിങ്ങൾ സമ്മതിച്ചോന്നാ? ഇവിടെ ഖബറിന്റെ അടുത്ത് പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശറയിൽ സ്ഥിരപ്പെട്ട സലാമാണ് പറയുന്നത്. മുസ്ലിയാരെ സലാമാണ് വിഷയം. മാത്രമല്ല അവിടെ ഖബറിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തിനാ മലക്ക് എന്നാണ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഇന്നല്ലാഹ വക്കല ബി ഖബരി മലക്കൻ അതാഹു അസ്മാഉൽ ഖലായിക്, അഥവാ എന്റെ ഖബറിന്റെ അടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലാഹു തആല ഒരു മലക്കിനെ നിശ്ചയിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ മലക്കിനെ വേണോ വേണ്ടത് അല്ലാഹു തആല തീരുമാനിച്ചോലും, നിങ്ങൾ തീരുമാനിക്കണ്ട, നിങ്ങളുടെ ബുദ്ധി കൊണ്ട് തീരുമാനിക്കണ്ട. അതുകൊണ്ട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ എന്താ, ഞാൻ എന്ത് ചോദിക്കണം നിങ്ങൾ തീരുമാനിക്കണം. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങളെ ഗണ്ണിക്കണം. അതുകൊണ്ട് എന്ത് കാര്യം, നിങ്ങൾ ഇങ്ങനെ ചോദ്യം ആവശ്യത്തിന്റെ കാര്യമില്ലല്ലോ. ഞാൻ നിങ്ങൾ ചോദിച്ച ആ ഹദീസിന്റെ വ്യക്തമായി തന്നെ പറഞ്ഞല്ലോ. നിങ്ങൾ ഉദ്ധരിച്ച ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അഹ്ലുസ് സുന്ന വൽ ജമാഅത്ത് പറയുന്നു നിങ്ങളുടെ വാദം ബാത്തിലാണ്, നിങ്ങളുടെ വാദം ബാത്തിലാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മുസ്ലിമീങ്ങളിലും മശ്രിഖ് മുതൽ മഗ്രിബ് വരെ അവരൊക്കെ സലാം ചൊല്ലും എന്ന അർത്ഥം അതിനില്ല. അത് മുഹാലാണ്, അത് അങ്ങനെ അർത്ഥമില്ല. അതാണ് വ്യക്തമായി തന്നെ അഹ്ലുസ് സുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ തൊടുന്നില്ല. ഇതാണ് നിങ്ങൾ ഉദ്ധരിച്ചിന്റെ ഹദീസിന്റെ ഷറഹിലാണ് ഇമാം അഹ്മദും അതുപോലെ അബൂ ദാവൂദും അതുപോലെ മറ്റുള്ള പണ്ഡിതന്മാരൊക്കെ അതിന്റെ ഉദ്ദേശം അത് ഖബറിനടുത്ത് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് മടക്കും എന്നാണ്. അതല്ലാതെ ഒരിക്കലും മശ്രിഖ് മുതൽ മഗ്രിബ് വരെ എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം മടക്കും എന്ന അർത്ഥമല്ല. അതാണ് ഫലാ യദുല്ലു അലൽ ബൈത്, ഒരിക്കലും വിദൂര സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം മടക്കും കേൾക്കും എന്ന അർത്ഥം അതിനില്ല. ഇനി അടുത്ത ചോദ്യമാണ്. എന്തായാലും ഒരു ചോദ്യം എന്തായാലും ഏകദേശം തീരുമാനമായിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം, ഒരാൾ ഒറ്റപ്പെട്ട സ്ഥലത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരാൾ ഒറ്റപ്പെട്ട സ്ഥലത്ത് യാ ഇബാദല്ലാഹി ഈ സൂര്യ എന്ന് വിളിക്കുന്നു. അയാളുടെ വിശ്വാസം, ഉദാഹരണത്തിന് ഇപ്പോ എന്താണ് അദ്ദേഹത്തിന്റെ പേര് ഹാരിസ് മദനി. ഹാരിസ് മദനിയും അതുപോലെ തന്നെ അദ്ദേഹത്തിനെ പിൻപറ്റുന്ന ആളുകളുടെ വിശ്വാസം ഉണ്ടല്ലോ, അള്ളാഹു കാണുന്നത് പോലെ കാണും, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും, അള്ളാഹു അറിയുന്നത് പോലെ അറിയും എന്ന നിലക്ക് ഹാരിസ് മദനിയോ അല്ലെങ്കിൽ മറ്റുള്ള എബി സുന്നികളോ വിളിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കന്നെ. അത് വിജയ പ്രദേശത്തായാലും സ്വജന പ്രദേശത്തായാലും നിങ്ങൾ എന്ത് വിളിച്ചോ, കാരണം നിങ്ങളുടെ വിശ്വാസം തന്നെ ബാത്തിലാണ്. കാരണം എല്ലാം കാണുന്നവൻ അള്ളാഹു തആല മാത്രമാണ്, എല്ലാം കേൾക്കുന്നവൻ അള്ളാഹു തആല മാത്രമാണ്. അള്ളാഹു കാണുന്നത് പോലെ കാണും കേൾക്കും എന്ന് പറഞ്ഞ് നടക്കുന്ന മുസ്ലിയാക്കന്മാർ വ്യക്തമായി തന്നെ കുഫ്റാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതാണ് വ്യക്തമായി തന്നെ ഇമാം ബുഖാരിയുടെ ഉസ്താദായ നുഐം ഇബ്നു ഹബ്ബാൻ പറയുന്നു, എന്താണ്, മൻ ശബ്ബ ബിഖൽഖില്ലാഹി ഫഖദ് കഫറ, ആരെയും അല്ലാഹു തആല സമപ്പെടുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ തുല്യപ്പെടുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സാദൃശ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ കാഫിറായി. നിങ്ങൾ പറയുന്നു അള്ളാഹു കാണുന്നത് പോലെ കാണും കേൾക്കും അറിയുമെന്ന് നിങ്ങൾ പ്രചരിപ്പിക്കുന്നു. ആ വിശ്വാസത്തോടുകൂടി നിങ്ങൾ യാ ഇബാദത്ത് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് മുശ്രിക്ക് തന്നെയാണ്, അത് ശിർക്ക് തന്നെയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹി യാ ഹബീബല്ലാഹ്. അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി കഴിഞ്ഞു. ഇവർ പറഞ്ഞു എത്തിക്കുന്ന എന്താ അറിയോ, ഇവർക്ക് സ്വന്തമായിട്ട് കേൾക്കാൻ കഴിയും എന്നൊരു റൂട്ടിലേക്കാണ് ഇവരൊക്കെ കൊണ്ടുവരുന്നത്. അതായത് ഞങ്ങളുടെയൊക്കെ അങ്ങനെ ഒരു വിശ്വാസമുണ്ട് എന്ന് പറയാനാണ് അവരൊക്കെ നോക്കുന്നത്. അതായത് അല്ലാഹു തആല കാണുന്നത് പോലെ എല്ലാം കാണും എല്ലാം കേൾക്കും എന്ന് വിശ്വസിക്കുമ്പോഴാണ് എന്ത് ശിർക്കാകുന്നത്, കുഫ്റാകുന്നത്. സഹോദര, എങ്കിൽ ഞാൻ ചോദിക്കട്ടെ സുഹൈൽക്ക, എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? അല്ലാഹു തആല കാണുന്നത് പോലെ എല്ലാം കാണും എല്ലാം കേൾക്കും എന്ന വിശ്വാസമാണെങ്കിൽ അല്ലാഹു തആല കാണുന്നത് പോലെ എല്ലാം കാണൂല, ചിലത് കേട്ടാ പോരെ, ചിലത് കണ്ട പോരെ, അതെന്നെ ശിർക്കാകൂലേ? അള്ളാഹ് കാണും പോലെ അള്ളാഹ് കേൾക്കും പോലെയാണെന്നുണ്ടെങ്കിൽ ഏതാ ഇയാള്? അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം. അപ്പൊ നിങ്ങളെ വാദത്തെ നിങ്ങൾ പൊളിച്ചെറിയുകയാണ്. എല്ലാം കാണും എല്ലാം കേൾക്കും എന്ന ഒരു വിശ്വാസത്തോടു കൂടെയല്ല ഞങ്ങൾ വിളിക്കുന്നത്. എങ്ങനെ? സ്വന്തമായ കഴിവ് എന്ന നിലക്കല്ല, മറിച്ച് അല്ലാഹു തആല നൽകുന്ന കഴിവ് കൊണ്ട് അവർക്ക് എല്ലാ സംസാരം എല്ലാ സലാമും കേൾക്കാൻ കഴിയുന്നു. മാത്രമല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദം എന്താണ്? മരിച്ച ആളുകൾ കേൾക്കുകയില്ല. ഇതാണ് മുജാഹിദുകൾ ഇത്ര കാലം വന്ന് പറഞ്ഞിട്ടുള്ളതും. അതാദ്യം മനസ്സിലാക്കണം. മുജാഹിദുകളുടെ വാദം തന്നെ അതാ, മരിച്ച ആളുകൾ കേൾക്കുകയില്ല, മരിച്ച ആളുകൾ കേൾപ്പിക്കാൻ കഴിയൂല. പിന്നെ അതിനിടയിൽ ജമാല് ടെസ്റ്റ് അടിച്ചിട്ടുണ്ട്, എന്ത് നിങ്ങൾക്ക് കേൾപ്പിക്കാൻ കഴിയില്ല, ഉറപ്പല്ലേ ഞങ്ങൾക്ക് കേൾപ്പിക്കാൻ കഴിയൂല.
അതിനാർക്കാ സംശയം? ഞങ്ങൾക്കല്ലല്ലോ, ഇത് അള്ളാഹു തആല കേൾപ്പിക്കുന്ന വിഷയമാണ്. പിന്നെ പറഞ്ഞു, ഈ ഹദീസ് വിശദീകരിച്ചിട്ട് പറഞ്ഞു എന്ത് ഇമാം ഖറാഫി തങ്ങൾ പറഞ്ഞു, അതുപോലെ എല്ലാ ആളുകളും പറഞ്ഞു എന്താ അള്ളാഹു തആല കാണുന്ന പോലെ കേൾക്കുന്ന പോലെ എല്ലാം കാണും കേൾക്കും എന്ന് വിശ്വസിക്കൽ അത് ശിർക്കാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ശിർക്കാണ് എന്ന് തെളിയിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഖിയാസ് മഅൽ ഫാരിഖി എന്നൊക്കെ പറയണം. ഇതിനല്ല നിങ്ങൾ തെളിവ് കൊണ്ടിരുന്നത്, ഇതിനല്ല ഖിയാസാക്കേണ്ടത്. എന്നാ കേട്ടോളൂ, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ കൃത്യമായിട്ട് ഫത്വൽ ബാരിയിൽ ഈ വിഷയം രേഖപ്പെടുത്തുന്നത് കാണാം. അന്നഹു യസ്തഗ്രിഖു ഫീ ഉമൂരിൽ മലഇൽ അലാ ഫഇദാ സല്ലമ അലൈഹി റജഅ ഇലൈഹി ഫഹുമു ലിയുജീബ മൻ സല്ലമ അലൈഹി വഖദ് ഇസ്തുഷ്കില ദാലിക മിൻ ജിഹത്തിൻ ഉഖറ. ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാകും. ആർക്ക്? നമ്മുടെ സുഹൈൽക്കയെ പോലെ ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാകും. അതിന് മറുപടി പറയുന്നു, എന്താണ്? അന്നഹു യസ്തൽസിമു ഇസ്തിഗ്റാഖ الزمان كله في ذلك لاتصال الصلاه والسلام عليه في اقطار الارض ഭൂമിയുടെ ഏത് ഭാഗത്തു നിന്നും മിമ്മൻ ലാ യുഹ്സാ കസ്റതൻ. അപ്പോൾ ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും ഒരുപാട് ആൾക്കാരൊക്കെ വിളിച്ചാൽ എങ്ങനെയാ കേൾക്കുക എന്ന വിഷയമുണ്ടല്ലോ, സംശയാകൂലേ? അതിന് പറയുന്ന മറുപടി എന്താണെന്നറിയോ? ചെറിയ ബുദ്ധി കൊണ്ട് അത് ചിന്തിക്കാൻ നിൽക്കണ്ട. ഉജീബ ബി അന്ന ഉമൂർ الآخرة لا تدرك بالعقل وأحوال البرزخ أشبه بأحوال الآخرة والله أعلم. കൃത്യമായി പറഞ്ഞില്ലേ? എന്നിട്ട് അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ പറയുന്ന അഭിപ്രായം അനുസരിച്ച് ബഹുമാനപ്പെട്ട ഇമാം ഫതുൽ ബാരിയിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുന്ന ഈ അഭിപ്രായം അനുസരിച്ച് മഹാനവറുകൾ ശിർക്കിന് കൂട്ടുമെന്നാ പറയുന്നത്? ഇത് കുഫ്രായ വാദമാണോ? അതും കൂടെ പറയണേ. രണ്ടാമത്തെ ചോദ്യം വിട്ടിട്ടില്ല. വിടണ്ട, ചോദ്യം അങ്ങനെ തന്നെ ഇരിക്കണം. കാരണം ഉത്തരം ഞാൻ പറഞ്ഞല്ലോ, എവിടുന്ന് വിളിച്ചാലും എപ്പോ വിളിച്ചാലും അഥവാ അള്ളാഹു കാണുന്ന പോലെ കാണും കേൾക്കും അറിയും എന്ന വിശ്വാസം അനുസരിച്ചിട്ട് ഒരാൾ യായ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശിർക്കന്നെയാണ്. നിങ്ങൾ പറഞ്ഞു എല്ലാം കാണും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, എഴുതി തരണത്. എല്ലാം കേൾക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, എഴുതി തരണത്. എല്ലാം അറിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, എഴുതി തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം കാണും കേൾക്കും അറിയും ഇല്ല എന്നുള്ളത് നിങ്ങൾ വ്യക്തമായി തന്നെ ഇവിടെ എഴുതി തരണം. കാരണം നിങ്ങളെ വാഴുന്നതറിയോ? നിങ്ങളുടെ നെയ്വ് പോലും പറയണ്ട, എല്ലാ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം പച്ച ഷിയാ വിശ്വാസം. ആ ഷിയാ വിശ്വാസം അനുസരിച്ചാണ് നിങ്ങൾ പറയുന്നത് അള്ളാഹു കാണും പോലെ കാണും കേൾക്കും അറിയുന്നത്. നിങ്ങൾ പറയുന്ന അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കില്ല, എഴുതി തരണത്. അള്ളാഹു തആല എല്ലാം കാണില്ല, അല്ല അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം കാണില്ല, എല്ലാം കേൾക്കില്ല, എല്ലാം അറിയില്ല എന്നുള്ളത് വ്യക്തമായിട്ട് ഞങ്ങൾ എഴുതി തരാം. ഞാൻ എവിടെയും നിങ്ങൾ സ്വന്തമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കും കാണും അറിയുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ, ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾ പറയണം. പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ചു ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എന്നുകൊണ്ട് ഒരേ ഇബാറത്ത് വായിച്ചു. ആ ഇബാറത്തിന്റെ അർത്ഥം എവിടെ? അർത്ഥമായിട്ട് നിങ്ങൾ വ്യക്തമായിട്ട് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് എന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറഞ്ഞല്ലോ. ആ അസ്സലാമു അലൈക അയ്യുഹൻ നബിയെ പറ്റി പറയാണ് ഫഖദ് സബത ബിത്തശഹുദി, തശഹുദിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് മുഹാത്തബത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുഹാത്തബത്ത് അഥവാ അഭിസംബോധന സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഫഹുവ ലാ യസ്മഉ ജമീഅ ദാലിക ഖത്അ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗണ്ണിതമായിട്ട് തന്നെ എല്ലാ ശബ്ദങ്ങളും കേൾക്കില്ല. ഹാഫിദ് അസ്ഖലാനി റഹിമഹുല്ലാഹ് വ്യക്തമായി തന്നെ പറയുന്നു എന്താണ്? ഫഹുവ ലാ യസ്മഉ ജമീഅ ദാലിക ഖത്അ ഫഖിതാബിൽ മൗതാ ബിസ്സലാം ഫി ഖൗലി الذي يدخل المقبرة السلام عليك أهل القبور من المؤمنين لا يستلزم أنهم يسمعون ذلك بل هو بمعنى الدعاء. അഥവാ ഖബറിലേക്ക് പോയി നമ്മൾ പറയല്ലോ അസ്സലാമു അലൈക എന്നുള്ള രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കണോ? അതൊന്നും ഒരിക്കലും നിർബന്ധമാകുന്നില്ല, അവർ കേൾക്കുമെന്ന് നിർബന്ധമാകുന്നില്ല. കാരണം അതിന്റെ ഉദ്ദേശം ബൽ ഹുവ ബിമഅന ദുആ. ഇത് വ്യക്തമായി തന്നെ ഇബ്നു അത്തിയം അദ്ദേഹത്തിന്റെ തഫ്സീർ പറഞ്ഞ കാര്യമാണ്. ഇബ്നു അത്തിയം ഇത് വ്യക്തമായി തന്നെ ഈ ഒരു കാര്യമുണ്ടല്ലോ, ഖബറിലേക്ക് പോയി സലാം പറയുന്ന കാര്യം അതൊരിക്കലും അവർ കേൾക്കണം എന്ന ഉദ്ദേശത്തിലല്ല, മറിച്ച് അത് അവിടെ പ്രാർത്ഥന അഥവാ അല്ലാഹു തആല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന ഉദ്ദേശമാണ്. അത് തന്നെയാണ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വ്യക്തമായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം കാണും കേൾക്കും അറിയും എന്നുള്ള വിശ്വാസം ബാത്തിലാണ്. അങ്ങനെ അല്ലാഹു തആല അവർക്ക് കഴിവ് കൊടുത്തിട്ടില്ല, കൊടുത്തു എന്നുള്ള വിശ്വാസം ബാത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നു ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയുന്നു ലാ യസ്മഉ ജമീഅ ദാലിക ഖത്അ. ഞാൻ പറഞ്ഞ രണ്ട് വിഷയത്തിനും നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. എന്താ അറിയോ? ഒന്ന്,
ഒരു കാര്യം പറയട്ടെ, അള്ളാഹുത്താല കാണുന്നത് പോലെയെല്ലാം കാണുമെന്നും അള്ളാഹുത്താല കേൾക്കുന്നത് പോലെയെല്ലാം കേൾക്കുമെന്ന വിശ്വാസം അങ്ങനെയാകുമ്പോഴാണ് പ്രശ്നം എന്നല്ലേ പറയുന്നത്. അത് ഇവർക്ക് ചാർത്തി കൊടുക്കുമ്പോഴല്ലേ പ്രശ്നം എന്ന് പറയുന്നത്. സുഹൃത്തെ, അതിനാ ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് സലാം കേൾക്കുമെന്ന് പറയുന്നുണ്ടല്ലോ, എങ്കിൽ അത് ബഅലാണല്ലോ. കുല്ല് ഉദ്ദേശിക്കുമ്പോഴാണ് അള്ളാഹുത്താലയിൽ പങ്കു ചേർക്കൽ എന്ന് പറഞ്ഞാൽ ബഅൽ ഉദ്ദേശിക്കുമ്പോൾ ബഅലിൽ പങ്കു ചേർക്കലായില്ലേ? അതാണ് ഈ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ വാദത്തെ നിങ്ങൾ പൊളിച്ചു എന്നാ ഈ പറയുന്നത്. പിന്നെ നിങ്ങൾ എന്താ സ്വന്തമായി കേൾക്കുമെന്ന ഒരു വാദം നിങ്ങൾ പറഞ്ഞു എന്നല്ല, നിങ്ങൾ പറഞ്ഞു കൊണ്ടുവരുന്നത് നമ്മൾ അങ്ങോട്ട് എത്തിക്കാണ്. ആ ഒരു വാദത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു വാദമില്ല, ആദ്യമേ അടിത്തറയിട്ട് പറഞ്ഞതാണ്, അടിവരയിട്ട് പറഞ്ഞതാണ്. പിന്നെ ഒരു കാര്യം, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു ആരാ ചർച്ച ചെയ്തത്? അസ്സലാമു അലൈക അയ്യുഹൻ നബി ആര് ചർച്ച ചെയ്തു? ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. അത് നിങ്ങളെ ആദ്യം കൊണ്ടുവന്നത്. അങ്ങനെ ചർച്ച ഇവിടെ നടന്നിട്ടില്ല. മാത്രവുമല്ല സുഹൈഖ് എന്നിട്ട് അവിടെ വിശദീകരിച്ചത് എന്താ? എല്ലാം കേൾക്കൽ നിർബന്ധമാവുകയില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ന് പറഞ്ഞില്ലേ? എന്നല്ലേ ഫതുൽ ബാരി ഉദ്ധരിച്ചു എന്ന് പറഞ്ഞത്? എങ്കിൽ മനസ്സിലായിക്കോളൂ, എല്ലാം കേൾക്കൽ നിർബന്ധമാവുകയില്ല എന്ന് പറഞ്ഞാൽ അത് ഷിർക്കാണെന്നെവിടെ? എന്താണ് വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്? മാത്രമല്ല, ഞാൻ പറഞ്ഞത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് വിശദീകരിക്കുന്ന ആ ഹദീസിന്റെ കീഴിലല്ല, മറിച്ച് ഈ ഹദീസ് തന്നെ വിശദീകരിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ-അസ്ഖലാനി തങ്ങൾ കൃത്യമായി പറയുന്നത്. ഈ ഹദീസ് വിശദീകരിച്ചിട്ടാണ് അന്നഹു യസ്തഗ്രിഖു ഫീ ഉമൂരിൽ മലഇൽ അല. ആര് പെടുന്ന? റസൂലുള്ളാഹി തങ്ങളുടെ ഖബറിന്റെ സിയാറത്ത് ചെയ്യുന്ന, പിന്നെ ഖബറിന്റെ അടുത്ത് വരുന്ന ആളുകൾ മാത്രം. ഫീ ഉമൂരിൽ മലഇൽ അല എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ വരുന്നവർ മാത്രം എന്നാണോ അതിനർത്ഥം? പിന്നെ ഒരു ഇഷ്കാല് പറയുന്നു, വഹു അന്നഹു യസ്തൽസിമു ഇസ്തിഗ്റാഖ അസ്സമാനി കുല്ലി ഫീ ദാലിക ലിത്തിസാരി അസ്സലാത്തി വസ്സലാമി അലൈഹി ഫീ അഖ്താരിൽ അർളി എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അടുത്ത് എന്നാണോ? എന്താണ് ഇങ്ങനെ ആയാല്? അപ്പോ ലോക ഫീ അഖ്താരിൽ അർളി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എന്നിട്ട് ഞാൻ അർത്ഥം വെച്ചിട്ടില്ല. അർത്ഥം ശരി, ഇതിപ്പോ ആരുടെ പങ്ക് വായിച്ചു തരുന്നത്? ഞാൻ പ്രധാനപ്പെട്ട വിഷയങ്ങളല്ലേ പറയുന്നത്, തല മുതൽ അവസാനം വരെ വായിച്ചർത്ഥം വെക്കണം എന്നാ. അപ്പോ ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ വായിക്കുന്നു, അതിന്റെ ഷോർട്ടായിട്ട് ഞാൻ മാന പറയും. ഇനി വേണോ ലഫ്ലം ബിലഫ്ല് വേണമെന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അതും ഞാൻ വെച്ചുതരാം. അപ്പൊ ഇതിനെന്താ മറുപടി കൊടുത്തതെന്ന് അറിയോ? ഇങ്ങനെ വ്യത്യസ്തമായ റൂട്ടിൽ നിന്ന് സലാം കേൾക്കുമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ എങ്ങനെയെന്ന് ചോദ്യത്തിന് വൗജീബ ബി അന്നൽ ഉമൂറൽ ആഖിറ ലാ തുദ്റകു ബിൽ അഖീൽ, അത് നിങ്ങൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ നിൽക്കണ്ട എന്നാ പറഞ്ഞത്. മാത്രമല്ല, യാ ഇബാദല്ലാഹി അയ്യുനിന്റെ വിഷയം അതും വിട്ടിട്ടില്ല എന്ന് പറഞ്ഞെന്താ അറിയോ? അതിലും നിങ്ങൾ പറഞ്ഞത് അല്ലാഹു തആലാക്ക് വകവെച്ചതുപോലെ എല്ലാം കാണും കേൾക്കും എന്ന വിശ്വാസത്തോടു കൂടെയാണെങ്കിലാണ് അത് ഷിർക്ക്, അത് എന്ന ഉദ്ദേശത്തോടു കൂടെയാണെങ്കിൽ ഷിർക്കാണ്, അല്ലെങ്കിൽ ഷിർക്കല്ല. ആ വാദം പോലും നിങ്ങൾക്ക്. അപ്പൊ കുറച്ച് നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ, കുറച്ച് നിങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് ചാർത്തി കൊടുത്താൽ അത് ഷിർക്കല്ല എന്ന വാദത്തിലേക്ക് നിങ്ങളെ എത്തിച്ചു. അത് വലൈക്കും വറഹ്മത്തുള്ളാഹി. സുഹൈൽ യൂസഫിന്റെ മൊബൈലിൽ എന്തോ കംപ്ലൈന്റ് ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ സംസാരിക്കുന്നു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. സംവാദം വിജയിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് വിളിച്ചാലും ഏത് വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും കേൾക്കും. നിങ്ങൾക്ക് വാദമില്ലല്ലേ? അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോ എവിടുന്ന് എങ്ങനെ വിളിച്ചാലും കേൾക്കുമെന്ന് നിങ്ങൾക്ക് വാദമില്ല എന്ന് ഈ സംവാദം കൊണ്ട് സലാഹും അതുപോലെ നേരെ സംസാരിച്ച മദനി ഉസ്താദും സമ്മതിച്ചു. ചിലതൊക്കെ കേൾക്കുമെന്നാണ് പറയുന്നത്. ആ ചിലത് എന്താണ് താനും? അത് സലാമാണ് താനും. ആ സലാം അതാണ് സലാം ഉത്തരം പറഞ്ഞത്. ആ സലാം എങ്ങനെയാ റസൂൽ കേൾക്കുന്നത്? റസൂൽ നേരിട്ട് കേൾക്കുകയല്ല, മലക്കുകളെ ഏർപ്പെടുത്തി മലക്ക് മുഖാന്തരം റസൂലിലേക്ക് എത്തിക്കപ്പെടുമെന്നും റസൂൽ അതിന് മടക്കുമെന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. വളരെ ക്ലിയർ ആണ് കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങളുടെ എന്താ പറയാ, മേപ്പടിമരിക്കുന്ന സകല പുസ്തകങ്ങൾ എടുത്ത് കത്തിച്ചു കളയണം. മനസ്സിലായില്ലേ? എന്താണ്? വല്ല നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാതെ തീരം ചെയ്യും ഞാൻ എന്നോവർ. ഏത് സമയത്തുനിന്നും എന്നെ വിളിച്ചാലും ആ വിളിക്ക് അപ്പൊ തന്നെ ഉത്തരം നൽകുന്നവൻ ഞാനാണ് എന്ന് മൊഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞു എന്ന് നിങ്ങൾ പാടി പറയുന്നു. അതുമാതിരി അജബ്തുഹു മുസ്രിഅൻ, അത് ഖുതുബിയത്തിൽ കാണാം. അപ്പൊ തന്നെ അപ്പൊ വളരെ സ്പീഡിൽ ഞാൻ ഉത്തരം നൽകും എന്നെ വിളിച്ചാൽ. ഒമൻ യുനാദി സിമി, ആരെങ്കിലും എന്നെ വിളിച്ചാൽ അജബ്തുഹു മുസ്ലിയൻ, ഞാൻ അപ്പൊ ഉത്തരം നൽകും. അപ്പൊ അതില് പരിധി പറഞ്ഞിട്ടില്ല. അപ്പൊ എവിടുന്ന് വിളിച്ചാലും ഏത് സമയത്ത് വിളിച്ചാലും ആര് വിളിച്ചാലും കേൾക്കും. മൊഹീദ്ദീൻ ഷെയ്ഖ് കേൾക്കും എന്ന് വിശ്വസിക്കുന്നത് നിങ്ങൾ. ഇപ്പൊ റസൂല്, അപ്പൊ പിന്നെ റസൂൽ എന്തായാലും കേൾക്കണമല്ലോ. ഇപ്പൊ റസൂല് കേൾക്കും എന്നുള്ളത് നിങ്ങൾ വിട്ടു. റസൂല് കേൾക്കില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. എന്തെങ്കിലും ഒക്കെ കേൾക്കുമെന്നാണ്. ആ എന്തെങ്കിലും തന്നെ എന്താണ്? സലാമാണ്. സലാമിന്റെ
കാര്യം വളരെ വ്യക്തമാണ്. ഇവിടെ സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് കേൾക്കുന്നത്? കേൾക്കുന്നില്ല റസൂലിലേക്ക് സലാം എത്തുകയാണ്. അതിനാണ് ഇന്നലില്ലാഹി സയ്യാഹീന എന്ന് പറഞ്ഞ ഹദീസ് ഇവിടെ ഉദ്ധരിച്ചത്. വളരെ വ്യക്തമാണ് ഹദീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് നിങ്ങൾ പറയുന്ന സലാം എനിക്ക് എത്തിക്കാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പോരെ, ഇവിടെ എന്താ പ്രശ്നം? നിങ്ങൾ പറയുന്നത് റസൂല് കേൾപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. കേൾപ്പിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഓരോ ആവലാദികൾ റസൂലിനോട് പറയാൻ പറ്റില്ല. റസൂലിനോടൊന്നല്ല, മരണപ്പെട്ടു പോയ ഒരാളോടും നിങ്ങളുടെ ആവലാദികൾ പറഞ്ഞാൽ കേൾക്കില്ല. കാരണം സമീഉ ദുആ മുജീബു ദുആ, എല്ലാം കേൾക്കാൻ കഴിയുന്നവൻ അസ്സമീഅ് എന്നുള്ള ആ സിഫത്തിന് ഉടമസ്ഥൻ അള്ളാഹു മാത്രമാകുന്നു. ഇവർ നിങ്ങൾ ശിർക്ക് ചെയ്യുകയാണ്, നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണ്, മറ്റുള്ളവർ കേൾക്കും. എന്നാൽ അത് കേൾക്കുമെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്ക്, ഞാൻ എന്നോട് നിങ്ങൾ ദുആ ചെയ്തോളൂ. റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ റസൂലിൽ നിന്ന് വിദൂര ദേശങ്ങളിൽ പോയ ഏതെങ്കിലും ഒരു സഹാബി റസൂലിനെ വിളിച്ച് റസൂലെ ഞങ്ങൾക്ക് ഉത്തരം നൽകൂ, ഞങ്ങൾക്ക് സഹായിക്കൂ എന്ന് അവരാരും പറഞ്ഞിട്ടില്ല. റസൂലിന്റെ ഒരു ഹദീസിനും എന്നെ നിങ്ങൾ വിളിച്ചോളൂ എന്റെ മരണശേഷം എന്ന് പറഞ്ഞിട്ടില്ല. എന്നെ നിങ്ങൾ വിളിച്ച് ഇസ്തിഗാസ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ തെളിവുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ചിലന്തികളുടെ വല പോലെ ദുർബലമാണ്. ആ ഒരു വല ഇവിടെ പൊളിഞ്ഞു വീണിരിക്കുന്നു. അപ്പോ ജമാൽക്ക, നിങ്ങൾ കേറി വന്നത് തന്നെ പച്ച കളവ് പറയാൻ വേണ്ടിട്ടോ? ഞങ്ങളുടെ വാദത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ഞങ്ങളുടെ മജ്ജയിലും മാംസത്തിലും ഞങ്ങളുടെ രക്തത്തിലും മലിഞ്ഞു ചേർന്ന വിശ്വാസമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും ഏത് കോണിൽ നിന്നും വിളിച്ച് സലാം പറഞ്ഞു കഴിഞ്ഞാൽ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞാൽ കേൾക്കും. ഈ ഒരു വിശ്വാസം ഉറച്ച വിശ്വാസമാണ്. അതിന് കോട്ടം തട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, അര ഇഞ്ച് മാറിയിട്ടില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ വാദത്തിൽ നിങ്ങൾ ഇങ്ങോട്ട് പോന്നു എന്നാ ഈ പറയുന്നത്. മനസ്സിലായോ? ഇനി നിങ്ങൾ തെളിയിക്കണം. എന്ത്? ഞങ്ങൾ ഈ വാദം ഇവിടെ തെളിയിക്കണ്ടോ? അഡ്മിൻ മറ്റുള്ള എല്ലാവരും ഇടപെടണം. എന്ത്? ഞങ്ങൾക്കെതിരെ പച്ചക്കളവാണ് പറഞ്ഞിട്ടുള്ളത്. എന്ത്? ഞങ്ങൾ സമ്മതിച്ചു അത്രേ. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ കാര്യങ്ങളും കേൾക്കൂല, കുറച്ചേ കേൾക്കുള്ളൂ. അതപ്പോ ആകെ ഇവിടെ പറഞ്ഞത് അത് ഇവിടെ തെളിയിക്കണം. ഞങ്ങൾ അത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് തെളിയിക്കണം. പച്ച നോണ പറയാൻ പറ്റൂല. ദജ്ജാലൂന കസ്ദബൂന, വെറുതെ അങ്ങോട്ട് കളവ് പറയാം. ഞങ്ങളെ പേരിൽ കളവ് പറയാൻ സമ്മതിക്കൂല. അത് നിങ്ങളെ പൂതി മനസ്സിൽ വെക്കാം. മനസ്സിലായോ? അപ്പൊ കളവ് പറയാൻ പറ്റൂല. ഞങ്ങൾ പറഞ്ഞത് എന്താ? ബഹുമാനപ്പെട്ട ഫതുഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ഉദ്ധരിച്ചിട്ട് കേൾക്കൂല എന്നാണോ പറഞ്ഞത്? തന്നെ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായത്? ഇതന്നെ പിന്നെ സുഹൈൽക്ക പറഞ്ഞത്. അതിന്റെ അർത്ഥം വെക്കണം. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം അറിയില്ല എന്നിട്ട് പറഞ്ഞൂടെ സുഹൃത്തെ? എന്തിനാണ് കളവ് പറയുന്നത്? എന്തിനാണ് ഇങ്ങനെ വെറുതെ ജനങ്ങളെ വഞ്ചിക്കുന്നത്? ഈ രാത്രി സമയത്ത് ഇരുന്നാണ്ട് ഞങ്ങൾ പറഞ്ഞ എന്താണ്? അന്നകു യസ്തഗരികു ഫീ ഉമൂരിൽ മലഇല്ല. ഈ പറഞ്ഞതിന്റെ അർത്ഥം കേൾക്കൂല എന്നാണോ? കുറച്ചാളുകൾ കേൾക്കുന്നാണോ? അത് നിങ്ങളെ വിശ്വാസം ഇങ്ങോട്ട് വന്നു. നിങ്ങളെ വിശ്വാസം എന്തായിരുന്നു? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിശ്വാസം അനുസരിച്ച് ഞാൻ ചോദിക്കട്ടെ, എല്ലാം കേൾക്കും എല്ലാം കാണും എന്ന വിശ്വാസത്തോടു കൂടെയാണ് എങ്കിൽ എങ്ങനെ എല്ലാം കേൾക്കും എല്ലാം കാണും എന്ന വിശ്വാസത്തോടു കൂടെയാണ് വിളിക്കുന്നതെങ്കിൽ ശിർക്കാകും എന്ന് പറയുമ്പോൾ അവിടെ ചിലത് കാണാൻ കഴിയും ചിലത് കേൾക്കാൻ കഴിയും എന്ന വിശ്വാസത്തോടു കൂടെയാണ് എങ്കിൽ ബഅലിൽ പങ്കു ചേർക്കലായില്ലേ? ഇതാണ് നിങ്ങളുടെ വാദം പൊളിച്ചെറിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞത്. അതേസമയം ഞങ്ങൾ എന്തല്ല പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂല് എല്ലാം കേൾക്കുകയില്ല, എല്ലാം കാണുകയില്ല, എല്ലാ സലാമും അറിയുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഇവിടെ മദനി ഉസ്താദ് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു. പച്ച കളവ്. റഹ്മാനായ റബ്ബേ, എന്തൊരു കളവാണ് തെളിയിക്കണത്! ഇതിവിടെ തെളിയിക്കാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞങ്ങൾ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, മദനി ഉസ്താദും പറഞ്ഞിട്ടില്ല. പിന്നെ അപ്പൊ അത് തെളിയിക്കൽ ബാധ്യതയാണ്. ഫി അക്താരിലർലി എന്ന ഭൂമിയുടെ ഏത് ഭാഗത്തു നിന്ന് ഞാൻ പറഞ്ഞത്? ഫി അക്താരിലർലി. ഒന്ന് വായിച്ചർത്ഥം വെക്കൂ, ധൈര്യം ഉണ്ടെങ്കിൽ പറയൂ. അന്നഹു യസ്തഗരികു ഫി ഉമൂരിൽ മലഇല്ല. എന്താ അതിന്റെ മാന? പറയൂ നിങ്ങൾ. പിന്നെ വലിത്തിസാരി സ്വലാത്തി വസ്സലാമി അലൈഹി ഫി അക്താരിലർലി മിമ്മൻ ലാ യുഹ്സാ കസ്റതൻ. അതിന് മറുപടി കൊടുത്ത എന്താ? അത് നിങ്ങളെ ബുദ്ധിക്ക് യോജിക്കൂല എന്നാ പറഞ്ഞത്. ആരെ? ഈ മുജാഹിദുകളുടെ ബുദ്ധിക്ക് തീരെ യോജിക്കൂല. എന്നിട്ട് കളവ് പറയേ, സമ്മതിക്കൂല. അതുപോലെ യാ ഇബാദല്ലാഹി യായുനി വിട്ടിട്ടില്ല, അതും പിന്നെ ഓർമ്മിച്ചോളി. കളവ് പിടികൂടിയാണ്. ഏതായാലും അത് പറയാതെ ഞങ്ങൾക്കെതിരെയുള്ള ആരോപണം പിൻവലിക്കാതെ മുന്നോട്ട് പോകില്ല. പറയുന്നത് സലാമിന്റെ വിഷയമാണ്. സലാഹു, ഞാൻ പറഞ്ഞത് സലാമിന്റെ വിഷയമല്ല. എവിടുന്ന് വിളിച്ചാലും എന്ത് വിളിച്ചാലും ഏതൊക്കെ വിളിച്ചാലും എല്ലാം കാണും എല്ലാം കേൾക്കും എല്ലാം അറിയും എന്ന വാദം നിങ്ങൾക്കില്ല. നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്. എല്ലാം, അത് സലാം മാത്രമല്ല, എല്ലാം കാണും എല്ലാം കേൾക്കും എല്ലാം അറിയും എന്ന വാദം നിങ്ങൾക്കില്ല. അതാണ് സുഹൈൽ യൂസുഫ് നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. എന്ത്? എഴുതി തരണം എന്ന് പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറയുന്നത് സലാം മാത്രം സലാം മാത്രം ഇസ്തിഗാസ കേൾക്കുന്ന നിങ്ങൾ തെളിവ് കൊണ്ടുപോവാ. ഇസ്തിഗാസ ചെയ്യാൻ കേൾക്കുമെന്ന് തെളിവുണ്ടോ? നിങ്ങൾ സലാം കൊണ്ടുവന്ന എന്തിനാ തെളിവ്? സലാം റസൂലിലേക്ക് എത്തുന്നത് മലക്കുകൾ മുഖാന്തരമാണ്.
മനസ്സിലായില്ലേ? അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ബാക്കി സുഹൈൽ പറയും, ഞാൻ നിർത്തുകയാണ്. അതായത് ഏകദേശം 27-28 സെക്കൻഡുകളിൽ അദ്ദേഹം പറയുന്നത് നമ്മൾ അങ്ങനെ സമ്മതിച്ചു. നമ്മൾ സമ്മതിക്കേ? ആകെ നമ്മളിവിടെ തെളിയിക്കാൻ വന്നത് പിന്നെ എല്ലാം കേൾക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ട് അവിടെ വന്ന തന്നെ. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കേൾക്കുമെന്നാണ്. അതും എവിടെ പറയുന്നത് വെച്ചാൽ 1 മിനിറ്റ് 38 സെക്കൻഡിൽ. അപ്പൊ അത് ഞങ്ങൾ പറഞ്ഞു എന്നും പറഞ്ഞു. അപ്പൊ അത് രണ്ടും പിൻവലിക്കണം. അത് പിൻവലിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റൂല. കളവ് പറഞ്ഞിട്ടില്ല, കളി വേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം കാണും, എല്ലാം കേൾക്കും, എല്ലാം അറിയും എന്ന് നിങ്ങൾക്ക് വാദമില്ല എന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞു. മറ്റേ മദനി ഉസ്താദും പറഞ്ഞിട്ടുണ്ട്. അത് മുകളിൽ നോക്കിയാൽ മനസ്സിലാവും. എന്തിനാ വെറുതെ വാശി പിടിക്കണ്? തോൽക്കുമെന്ന് തോന്നുമ്പോൾ ഇതിൽ നിന്ന് ഊരുന്ന നിങ്ങളുടെ സ്ഥിരം പരിപാടിയാ. അത് ഇടമുട്ടത്തുനിന്നും മറ്റു പല സ്ഥലത്തും നിങ്ങൾ ഊരിയത് നമുക്കറിയാം. അതൊക്കെ പോട്ടെ. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാല്, നിങ്ങളിപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്തിഹാസം നമ്മുടെ വിഷയം. നിങ്ങൾ അതിന് കൊണ്ടുവന്നത് ഒരു സലാം പറഞ്ഞതാണ്. ആ സലാം തന്നെ റസൂല് കേൾക്കുമെന്നല്ല ഹദീസിലുള്ളത്. അള്ളാഹു മലക്കുകളെ കൊണ്ട് റസൂലിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ്. ഇത് നമുക്ക് എന്ത് മനസ്സിലായി? റസൂല് സലാം പോലും കേൾക്കില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. മാത്രമല്ല, എല്ലാം കാണും, എല്ലാം കേൾക്കും, എല്ലാം അറിയുമെന്ന് ഞങ്ങൾക്ക് വാദമില്ല എന്ന് നിങ്ങൾ പറഞ്ഞപ്പോഴാണ്, അങ്ങനെ വാദമില്ലല്ലേ എങ്കിൽ ഞങ്ങൾക്ക് എഴുതി തരണമെന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എനിക്ക് എഴുതി തരണം 3 പ്രാവശ്യം പറഞ്ഞു എഴുതി തരണമെന്ന്. അത് നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. സലാം മാത്രമേ കേൾക്കൂന്നാ ഞങ്ങൾ പറഞ്ഞത്. അങ്ങനെ ഒരു വാദമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. നിങ്ങൾ എന്തിനാ കളവ് പറയുന്നത്? അല്ലാഹു തആല അറിയിച്ചു കൊടുത്താൽ എല്ലാം അറിയുമെന്ന് തന്നെയല്ലേ ഞങ്ങൾ ആദ്യം മുതൽ ഞങ്ങളുടെ വാദത്തിൽ. ഇവിടെ ആരും ഒരു കളവും പറഞ്ഞിട്ടില്ല. ഹാഫിദ് ഇബ്നു അസ്ഖലാനി റഹ്മഹുല്ലാഹ് തന്നെയാണ് പറഞ്ഞത് സലാം തന്നെ എല്ലാവരും കേൾക്കില്ല എന്നുള്ളത്. അത് ഞാൻ പറഞ്ഞു. അത് നിങ്ങളും സമ്മതിച്ചു. നിങ്ങളും പറഞ്ഞല്ലോ ജമീഅ ഗാലി കഥ എന്ന് പറഞ്ഞപ്പോ നിങ്ങളും പറഞ്ഞു എല്ലാം കേൾക്കണമെന്ന് നിർബന്ധമില്ല എന്ന് നിങ്ങളെ തൊള്ള കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ജാതി അടവൊന്നും ഇവിടെ നടക്കില്ല. ഇവിടെ വ്യക്തമായി നിങ്ങൾക്ക് സംവാദത്തിൽ പിൻവാങ്ങണമെങ്കിൽ അത് പറഞ്ഞു. അതല്ലാതെ ആ രീതിയിൽ ഇവിടെ കളവ് പറഞ്ഞ കളവ് ആരോപിക്കൽ ഇവിടെ നടക്കില്ല. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ കാര്യമല്ലോ അൽ ഹാമിസു അന്നഹു യസ്തഗ്രിഖു ഫി ഉമൂരിൽ മലഇൽ അല. യസ്തഗ്രിഖു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുമെന്ന, യസ്തഗ്രിഖു എന്ന് പറഞ്ഞാൽ കേൾക്കുമെന്ന. പിന്നെന്താ പറഞ്ഞത്? ലിത്തിസാരി സ്വലാത്തി വസ്സലാമി അലൈഹി ഫി അഖ്ഫാൽ അർദി. അങ്ങനെ പറഞ്ഞാൽ കേൾക്കുമെന്ന. അതിന് മുന്നോട്ട് പോവാം. ആക്ക് വ്യക്തമായി തന്നെ ഫസൽ ഞാൻ പറഞ്ഞുതരാം. അന്നൽ മുറാദി ഖൗലി റദ്ദല്ലാഹു അലൈഹി റൂഹി അന്ന റദ്ദ റൂഹി കാൻ സാബിഖൻ ആഖിബ ദഫ്നി ലാ അന്നഹാ തുആദു സുമ്മ തുൻജഉ സുമ്മ തുആദു. അതെന്താ പറഞ്ഞാൽ ഇവിടെ റദ്ദല്ലാഹു അലൈഹി റൂഹി എന്ന് പറഞ്ഞല്ലോ, അത് ഒരിക്കലും എന്തല്ല എപ്പോഴും ആളുകൾക്ക് എപ്പോഴും റൂഹ് കൊടുക്കുകയും പിന്നെ പിൻവലിക്കും, പിന്നെ കൊടുക്കുകയും പിൻവലിക്കും എന്ന അർത്ഥത്തിലല്ല. ഇനി രണ്ടാമത്തെ അഭിപ്രായം ഇനി അങ്ങനെ സമ്മതിച്ചാൽ തന്നെ എന്താണ് ഒരിക്കലും മരണം എന്ന കാര്യത്തിൽ നിന്നും അതിന്റെ ഇല്ല, അത് വിട്ടുമുറിഞ്ഞുമില്ല. ഇനി എന്താ മൂന്നാമത്തെ കാര്യം? അന്നൽ മുറാദ ബിർറൂഹി അതാ അൽ മലക്കുൽ മുവക്കിലു ഇദാലിക. ഇവിടെ അല്ലാഹു പറഞ്ഞല്ലോ എനിക്ക് റൂഹ് നൽകുമ്പോഴാണല്ലോ. അതിന്റെ അർത്ഥം എന്താണ്? അതിന് വ്യക്തമായി തന്നെ മലക്ക് എനിക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. അതാണ് വ്യക്തമായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പറഞ്ഞത് എന്താണ്? എനിക്ക് മലക്ക് ഖബറിന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ഖബറിന്റെ അടുത്ത് മാത്രമല്ല ഈ ലോകത്ത് എവിടെ വന്നാലും മലക്ക് എനിക്ക് ഹയാം എത്തിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ മൂന്നാമത്തെ അഭിപ്രായം. ഈ നാലാമത്തെ അഭിപ്രായം എന്താ? അൽ മുറാദ് ബിർറൂഹി നുത്ഖു അഥവാ നാലാമത്തെ അഭിപ്രായം എന്ന് വെച്ചാൽ എന്താണ്? അങ്ങനെ ആ രീതിയിൽ ആ മലക്കിന് സംസാരിക്കാൻ കഴിയും എന്നതാണ് നാലാമത്തെ അഭിപ്രായം. ഈ അഞ്ചാമത്തെ അഭിപ്രായത്തിലും ഇതിനെതിരായിട്ടൊന്നുമില്ല. എന്താ പറയുന്നത്? അന്നഹു യസ്തഗ്രിഖു ഫി ഉമൂരിൽ മലഇൽ അല ഫഇദാ സല്ലമ അലൈഹി റജഅ ഇലൈഹി ഫഹ്മുഹു ലിയുജീബ് മൻ സല്ലമ അലൈഹി ഖദ് ഉസ്തഖില മിൻ ദാലിക മിൻ ജഹതി ഉഖറ. അഥവാ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മലക്കുകൾ എത്തിക്കുമെന്നുള്ള ഹദീസിലുണ്ടല്ലോ. ആ ഹദീസ് എത്തിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറിയും എന്ന നിലക്കാണ് അവിടെ എവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കും എന്ന് പറഞ്ഞിട്ടില്ല. കാരണം വ്യക്തമായി തന്നെ ഹാഫിദ് ജസ്കർ റഹ്മത്തുള്ളാഹി ഈ അസ്സലാമു അലൈക അയ്യുൻ നബി എന്ന് ഞങ്ങൾ ചോദിച്ചിട്ടില്ല. ആദ്യത്തെ ചോദ്യം എന്താണ്? ഇസ്ലാം അലൈഹി അയ്യുൻ നബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്നില്ലേ? ഇവിടെ വ്യക്തമായി തന്നെ ഹാഫിദ് ജസ്കർ റഹ്മത്തുള്ളാഹി പറയുന്നു എന്താണ്? ഫഖദ് സബത ഫി തശഹുദി മുഹാതബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹുവ ലാ യസ്മഉ ജമീഅ ദാലിക ഖദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സലാത്തും കേൾക്കും എന്നതിനർത്ഥമില്ല. ഇത് ഹാഫിദ് ജസ്കർ റഹ്മത്തുള്ളാഹി വിശ്വാസമാണ്. അതിനെതിരായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് വന്നാലും നിങ്ങൾക്ക് ഫത്ഹുൽ ബാരിയിൽ അവിടെ കേൾക്കും എന്ന് സാധിക്കാൻ കഴിയില്ല.
സലാലിക്കുള്ള ചിലത് കേൾക്കുന്നുള്ള അച്ചു നിങ്ങളിപ്പോ കേൾക്കുന്നില്ലേ? ചിലത് കേൾക്കുന്നുള്ള ഇവിടെ തർക്കം, ചിലത് കേൾക്കുമെന്നുള്ള ഇവിടെ തർക്കം. അതുകൊണ്ട് ആ രീതിയിലൊന്നും ഇവിടെ സംവാദം കൊളമാക്കാൻ ഇവിടെ സമ്മതിക്കും. ഞാൻ വ്യക്തമായി തന്നെ സലാലിനോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് മറ്റൊരോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാം കാണുമെന്ന് ഞങ്ങൾ വിശ്വാസമില്ല, എഴുതി തരണം. എല്ലാം കേൾക്കുമെന്ന് ഞങ്ങൾ വിശ്വാസമില്ല, എഴുതി തരണം. എല്ലാം അറിയുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചില്ല, എഴുതി തരണം. പിന്നെ എല്ലാം കാണുമ്പോഴാണ് ശിർക്ക് വരുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു വ്യക്തമായി തന്നെ തൗഹീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു താല ഏകത്വമാക്കണം. തൗഹീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ച മുസ്ലിങ്ങൾ തൗഹീദ് വഹദ യുവഹിദ് തൗഹീദ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടുത്തണം. അങ്ങനെ ഒറ്റപ്പെടുത്തണം. എങ്ങനെ ഒറ്റപ്പെടുത്തണം? അല്ലാഹു തആല വബസറഹു ബിജമീഇൽ മൗജൂദാത്തിൽ ബാഖിയാത്തിൽ ഫാനിയാൽ, അല്ലാഹു തആല മാത്രമാണ് എല്ലാം കാണുന്നവൻ. അത് ഒറ്റപ്പെടുത്തണം. എല്ലാം കാണുന്ന അല്ലാഹു തആല ബിജമീ എന്ന എല്ലാം, അത് ഒറ്റപ്പെടുത്തണം. ആരെങ്കിലും അങ്ങനെ എല്ലാം കാണുന്ന വെച്ചാൽ അത് മുശ്രിക്കാണ്, കാഫിറാണ്. അതുപോലെ എല്ലാ ശബ്ദങ്ങളും അല്ലാഹു തആല കേൾക്കുന്നു. ആരെങ്കിലും അല്ലാഹു തആല എല്ലാം കേൾക്കുന്നത് പോലെ എല്ലാം കേൾക്കും, കൊടുത്ത കഴിവ് കൊടുക്കാൻ കഴിയട്ടെ, അത് വ്യക്തമായി തന്നെ അല്ലാഹു തആല ഏകത്വമാക്കിന്റെ കാര്യത്തിൽ ശിർക്ക് വെച്ചിരിക്കുന്നത്. അതുപോലെ വഹബറഹു ബിജമീഇൽ മുഖ്ബിറാത്ത്, എല്ലാ അറിവുകളും എല്ലാ കാര്യങ്ങളും അല്ലാഹു തആലക്ക് അറിവുള്ളവരാണ്. അതിന്റെ ശേഷം പിന്നെ പറയുന്നത് ഇത് ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഹക്കിന്റെ അടിസ്ഥാനത്തിൽ ലാ മുശാറകത ലിഅഹദിൻ ഫീ, ഒരൊറ്റ പദപ്പിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ ഏതൊരു പദമാകട്ടെ ഒരിക്കലും ആ വിഷയം എല്ലാം കാണാനും എല്ലാം കേൾക്കാനും എല്ലാം അറിയാനും അല്ലാഹു തആലക്ക് മാത്രമേ. പിന്നെ ചിലത് കേൾക്കണം, നിങ്ങൾ കേൾക്കണ്ടല്ലോ, നിങ്ങളുടെ സിഫത്തുകൾ കാമിലല്ല, നിങ്ങളുടെ സിഫത്തുകൾ സ്വന്തമല്ല, സ്വന്തവുമല്ല കാമിലുമല്ല. എല്ലാം കേൾക്കും നിങ്ങളില്ല, നിങ്ങൾ സ്വന്തമായിട്ടൊന്നും കേൾക്കില്ല. ഇതാണ് വ്യത്യാസം. നിങ്ങളെന്താ കൊടുത്തു കഴിവുകൊണ്ട് എല്ലാ വിശാലമായി എല്ലാം കേൾക്കും, എല്ലാം കേൾക്കും, കാണും, എല്ലാം അറിയും. ഇപ്പോഴും ബാധിക്കുന്നില്ല. നിങ്ങൾ ആ വായിച്ചത് അതിൽ നിന്നും വ്യക്തമായി തന്നെ നിങ്ങൾ പിൻപോട്ട് വന്നിരിക്കുന്നു. അതാണ് വ്യക്തമായി നബി സല്ലല്ലാഹു പറയുന്നത്. അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുന്നു. എന്താ പറയുന്നറിയോ? അദ്ദേഹം പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാത്തബത്ത് സ്ഥിരപ്പെടുത്തേണ്ടത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരുടെയും സലാമുകൾ കേൾക്കില്ല. ഫത്ഹുൽ ബാരിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം കേൾക്കുമെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ വായിച്ചതിലും യെസ് എന്ന് പറഞ്ഞാൽ കേൾക്കുമെന്നല്ല മുസ്ലിയാക്കന്മാരെ. അതാ 23 ജമാൽക്ക് പറഞ്ഞതിന്റെ ആ 23 വോയിസ് ഉണ്ടല്ലോ, 23 സെക്കൻഡ് അല്ലേ, അതിരുന്നോണ. എന്തിനാണ് ഇങ്ങനെ കളവ് പറയാനായിട്ട് വന്നത്? എന്തിനാ അങ്ങനെ നുണ പറയുന്നത്? അപ്പോൾ എല്ലാം കേൾക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമല്ല, ചിലത് കേട്ടാൽ തന്നെ ശിർക്കാവൂലേ. അതെന്തിനാന്ന് ചോദിച്ചാൽ എന്താണ് പറഞ്ഞത് അറിയോ? ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്നല്ല പറഞ്ഞത്. എല്ലാം കേൾക്കും എല്ലാം കാണും എന്ന വിശ്വാസത്തോടു കൂടെ വിളിച്ചാൽ, സലാം പറഞ്ഞാൽ, അങ്ങനെ എല്ലാം കാണും എല്ലാം കേൾക്കും എന്ന വിശ്വാസമുണ്ടെങ്കിൽ അത് ശിർക്കാണ് എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ, കേൾക്കണേ, എല്ലാം കേൾക്കും എല്ലാം കാണും എന്ന വിശ്വാസത്തോടു കൂടെയാണ് വിളിക്കുന്നതെങ്കിൽ ആ വിളി ശിർക്കാണ് എങ്കിൽ നിങ്ങൾ പറയുന്നത് എന്താ? ഖബറിന്റെ അടുത്ത് പോയി നിന്ന് വിളിച്ചാൽ അത് കേൾക്കാൻ പറ്റും, അതിന് കുഴപ്പമില്ല. അപ്പൊ എല്ലാം പെടൂല ഞങ്ങൾ പറഞ്ഞേ, കുറച്ച് പെടും. അപ്പൊ ബഅദിൽ ശിർക്ക് വെച്ചു, അത് നിങ്ങൾ വെച്ചു എന്നാ പറയണത്. സുബ്ഹാനല്ലാഹ്, ഒന്നോണ പറയാനായിട്ട് ഇറങ്ങിയെന്നാണ്. ഞാനും ഇതേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാം കേൾക്കുന്നത് അള്ളാഹുവിന്റെ കഴിവാണ്. അസ്സമിയ, എല്ലാം കേൾക്കുന്നവൻ. അൽ ബസീർ, എല്ലാം കാണുന്നവൻ. അപ്പൊ നിങ്ങൾ പറഞ്ഞു എല്ലാം അള്ളാഹു കാണുന്നത് പോലെ എല്ലാം കേൾക്കുന്ന ഞങ്ങൾക്ക് വിശ്വാസമില്ല. പൊളിഞ്ഞില്ലേ നിങ്ങളുടെ വാദം? എല്ലാം കാണും എല്ലാം കേൾക്കുമെന്നല്ലേ നിങ്ങളുടെ വാദം? മൊഹീദ്ദീൻ ഷെയ്ഖ് എല്ലാം കാണും എല്ലാം കേൾക്കും, റസൂലുള്ളാഹി എല്ലാം കാണും എല്ലാം കേൾക്കും. എല്ലാം കാണും കേൾക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പോലെ തന്നെയല്ലേ? പിന്നെന്താ സൃഷ്ടികളും അള്ളാഹും തമ്മിലുള്ള വ്യത്യാസം? ഇതേ ഞാൻ പറഞ്ഞുള്ളൂ സഹോദര. വെറുതെ പ്രശ്നം ഉണ്ടാക്കേണ്ട, ഒരു സംവാദം വെറുതെ നശിപ്പിക്കേണ്ട. സലാഹു നമ്മൾ പണ്ടും സംസാരിച്ചിട്ടുള്ളതല്ലേ, എന്തിനാ വെറുതെ ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഇവിടെ സലാഹു ആ രീതിയിലുള്ള അടവുകളൊന്നും വേണ്ട. ഇവിടെ നല്ല രീതി നിങ്ങളുടെ ഈ ആളുകൾ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ മുജീബും മുസ്ലിം മറ്റുള്ളവരൊക്കെ എങ്ങനെയെങ്കിലും ഈ സംവാദത്തിൽ നിന്നും തടിയൂരാണ്. അത് നടക്കില്ല. കാരണം ഇവിടെ ജമാൽക്ക ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല. ജമാൽക്കാരുടെ പേരിൽ കളവ് നിങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങളുടെ മധ്യസ്ഥൻ, നിങ്ങളുടെ ആൾക്കാർ, ആ മറ്റുള്ളവരൊക്കെ എന്തും ഞാൻ അതൊന്നും സംസാരിക്കാൻ പറ്റില്ല എന്നുള്ള ആ അടവുണ്ടല്ലോ, അത് നിർത്തിക്കോ സലാഹു. അതുകൊണ്ട് പറയാനുള്ളത് ഇവിടെ വ്യക്തമായി സംവാദം നിശ്ചയിച്ചുകൊണ്ട് ആരെ കളവ് പറഞ്ഞതൊക്കെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ രീതിയിൽ നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. നിങ്ങളെല്ലാം പറഞ്ഞോ, നിങ്ങൾ പറഞ്ഞില്ല, ഞാൻ തന്നെ പറഞ്ഞു. നിങ്ങൾ എഴുതി തരണം. നിങ്ങൾ അല്ലാഹു തആല എല്ലാം കാണുന്നത് പോലെ മറ്റുള്ളവർ കാണുന്നില്ലാതെ നിങ്ങൾ എഴുതി തരണം. എല്ലാം കേൾക്കില്ല എന്ന് എഴുതി തരണം. എല്ലാം അറിയില്ല എന്ന് എഴുതി തരണം. നിങ്ങൾ എഴുതി തന്നിട്ടില്ല. പിന്നീട് ആ കാര്യം ജമാൽക്ക പറഞ്ഞപ്പോൾ നിങ്ങൾക്കത് കളവ് പിൻവലിക്കണില്ല, നടക്കില്ല സലാഹു. അതുകൊണ്ട് പറയാനുള്ളത്, നിങ്ങൾക്ക് സംവാദത്തിന് സംസാരിക്കാൻ കഴിയുമെങ്കിൽ, കുറച്ച് കഴിഞ്ഞപ്പോ ആ മുസ്ലിം തലകെട്ട് കെട്ടിയ മുസ്ലിയാരൊക്കെ കൂടി
പിന്നെ നിന്നെ കൊണ്ടുവന്നു. ശരി, നീ കൊണ്ടുവന്നത് നിന്റെ പല സമ്മാനം മുടക്കാനാണെങ്കിൽ അത് നടക്കില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് വ്യക്തമായി തന്നെ പറയുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആ രീതിയിൽ വെറുതെ സമയം കളയാതെ സംവാദം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ വീണ്ടും തുടരും. ഞങ്ങൾ കളവ് പറഞ്ഞിട്ടില്ല, കളവ് പറഞ്ഞത് നിങ്ങൾ ആരോപിക്കണം. അതുകൊണ്ട് ആ ആരോപണം ഞങ്ങൾ സ്പോട്ടിലേക്ക് വെച്ചിരുന്നു. സുഹൈൽ സാഹിബ്, നിങ്ങൾ വയലന്റ് ആകല്ലേ, സാവധാനം പറയ്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്ക്. ഞങ്ങൾ എന്താ പറഞ്ഞത്? അല്ലാഹു തആല കേൾക്കുന്നത് പോലെ കേൾക്കൂല എന്നല്ലേ പറഞ്ഞുള്ളൂ. അല്ലാഹു തആല കൊടുത്ത കഴിവ് കൊണ്ട് കേൾക്കൂല എന്ന് പറഞ്ഞോ? ഇവിടെ ജമാൽ സാഹിബ് രണ്ടാമതൊരു വിഷയം പറഞ്ഞു. ഈ മദനി ഉസ്താദും അങ്ങനെ പറഞ്ഞു എന്നാ. മദനി ഉസ്താദ് പിന്നെ ഇടക്ക് പോയി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ സംവാദത്തിന് വന്നെന്നുള്ള കാര്യം നിങ്ങൾ മറന്നുകൊണ്ടാവാം. ഏതായാലും ഇരിക്കട്ടെ, ഞാനിവിടെ തന്നെ ഉണ്ട്. അപ്പോ ജമാൽ സാഹിബ് പറഞ്ഞു മദനി ഉസ്താദ് മുമ്പ് അങ്ങനെ പറഞ്ഞു എന്നാ. അദ്ദേഹം ഇവിടെ ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ള ഭാഗം പറഞ്ഞതും സലാഹു പറഞ്ഞതും ഒക്കെ ഒന്ന് കോപ്പി ചെയ്യാനാണ് ഞാൻ ആവശ്യപ്പെട്ടത്. സുഹൈൽ സാഹിബെ, നിങ്ങൾ വയലന്റ് ആകണ്ട, സംവാദം നമുക്ക് നടത്താം. മധ്യസ്ഥന്മാരൊക്കെ ഉണ്ട്, അഡ്മിൻ ഉണ്ട്, എല്ലാവരും ഉണ്ട്. നിങ്ങൾ സാവധാനം നിങ്ങൾ ആ പറഞ്ഞത് ഒന്ന് തെളിയും. സലാഹു ജമാലാറ്റിങ്ങളുടെ പേരിൽ കളവ് പറഞ്ഞത് പിൻവലിക്കണം. എന്നിട്ട് ബാക്കി സംവാദം നടന്നാൽ മതി. ജമാലാറ്റിങ്ങൾ വ്യക്തമായി തന്നെ തെളിയിച്ചു. എന്നിട്ട് സലാഹുദ്ദീൻ ഇനി മാപ്പ് പറഞ്ഞു, ജമാൽക്കാരോട് മാപ്പ് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് സംവാദം മതി. അങ്ങനെ ആ ഈ നടക്കണ്ട. ആ വെറുതെ കളവ് പറഞ്ഞ് ആരോപിച്ചിട്ട് പിന്നെ സംവാദം മുടക്കില്ല, സമ്മതിക്കില്ല സലാഹു. അതുകൊണ്ട് പറയാനുള്ളത്, നിങ്ങളോട് വ്യക്തമായി തന്നെ എല്ലാം കാണില്ല നിങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞിരുന്നു. എന്നിട്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചു, എല്ലാം കാണില്ല എന്ന് നിങ്ങൾ എഴുതി തരണം, എല്ലാം കേൾക്കില്ല നിങ്ങൾ എഴുതി തരണം, എല്ലാം അറിയില്ല എന്ന് എഴുതി തരണം. നിങ്ങൾ മിണ്ടിയിട്ടില്ല. പിന്നീട് ജമാൽക്ക വന്നപ്പോ എങ്ങനെയെങ്കിലും ഒരു തടി പോയി സംസാരിക്കാൻ നടക്കില്ല. നിങ്ങൾ ജമാൽക്കാരുടെ പേരിലുള്ള കളവ് പിൻവലിക്കണം. എന്നിട്ട് ബാക്കി നമ്മൾ എവിടെ മറ്റേത് എന്താ ആ മോഡറേറ്ററുടെ മുജീബ് മുസ്ലിയാർ, നിങ്ങളാ കോലം കണ്ടപ്പോ തന്നെ മതി തോന്നിയിരുന്നു ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നടക്കുക. മറ്റേ ഗ്രൂപ്പിലൊക്കെ എന്ത് വ്യക്തമായി തന്നെ എത്ര നല്ല രീതിയിലാണ് നമ്മൾ നടന്നത്. നിങ്ങൾ ഈ രീതിയിലൊക്കെ തരികളെ കളിച്ചിട്ട് ബാക്കിയുള്ളവരെ കൊണ്ടൊക്കെ സംസാരിപ്പിച്ച് ആകെ മോശമാക്കാൻ നിങ്ങൾ ഉദ്ദേശം നടക്കില്ല. സലാഹുദ്ദീൻ എന്ന് പറയുന്ന സുഹൃത്ത് ഇവിടെ ജമാൽക്കാരുടെ പേരിൽ ആ കളവ് പിൻവലിക്കണം. എന്നൊരു ബാക്കി സംവാദം.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹി യാ ഹബീബല്ലാഹ്. അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി കഴിഞ്ഞു. ഇവർ പറഞ്ഞു എത്തിക്കുന്ന എന്താ അറിയോ, ഇവർക്ക് സ്വന്തമായിട്ട് കേൾക്കാൻ കഴിയും എന്നൊരു റൂട്ടിലേക്കാണ് ഇവരൊക്കെ കൊണ്ടുവരുന്നത്. അതായത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ട് എന്ന് പറയാനാണ് അവരൊക്കെ നോക്കുന്നത്. അതായത് അല്ലാഹു തആല കാണുന്നത് പോലെ എല്ലാം കാണും എല്ലാം കേൾക്കും എന്ന് വിശ്വസിക്കുമ്പോഴാണ് എന്ത് ശിർക്കാകുന്നത്, കുഫ്റാകുന്നത്. സഹോദര, എങ്കിൽ ഞാൻ ചോദിക്കട്ടെ സുഹൈൽക്ക, എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? അല്ലാഹു തആല കാണുന്നത് പോലെ എല്ലാം കാണും എല്ലാം കേൾക്കും എന്ന വിശ്വാസമാണെങ്കിൽ അല്ലാഹു തആല കാണുന്നത് പോലെ എല്ലാം കാണൂല, ചിലത് കേട്ടാ പോരെ. അല്ലാഹു തആല കാണുന്നത് പോലെ എല്ലാം കാണൂല, ചിലത് കേട്ടാ പോരെ, ചിലത് കണ്ടാ പോരെ. അല്ലാഹു തആല കാണുന്നത് പോലെ എല്ലാം കാണൂല, ചിലത് കേട്ടാ പോരെ, ചിലത് കണ്ടാ പോരെ. അതെന്നെ ശിർക്കാകൂലേ? അല്ലാഹ് കാണും പോലെ അല്ലാഹ് കേൾക്കും പോലെയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞത് അല്ലാഹു തആല കാണുന്നത് പോലെ എല്ലാം കാണൂല, ചിലത് കേട്ടാ പോരെ എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ. അതിനെ ഞാൻ പറഞ്ഞുള്ളൂ, അതിനെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ വാദം പൊളിഞ്ഞു. നിങ്ങൾ പണ്ട് മുതലേ പറഞ്ഞാൽ എല്ലാം കാണും എല്ലാം കേൾക്കും എല്ലാം അറിയും. ഇതെന്താ സുഹൃത്തെ ഞാൻ പറഞ്ഞതിൽ തെറ്റ്? എവിടെയാണ് ഞാൻ കളവ് പറഞ്ഞത്? നിങ്ങൾ എന്താണ് ഈ പറയണത്? ഇവിടെ ജനങ്ങൾ മുഴുവൻ, ഞാനും ഒരു സുഹൈൽ യൂസുഫ് മാത്രം ഒരു സൈഡിലും ഈ ഗ്രൂപ്പിലുള്ള മൊത്തം ആൾക്കാരും വേറൊരു സൈഡിലാണോ? അഡ്മിനും ഒരു സൈഡിലാണോ? വാട്ട് ഇസ് ദിസ്? ഇതൊരു സംവാദമാണോ? ഇങ്ങനെയാണോ സംസാരിക്കുക? കുറച്ചൊക്കെ മാന്യമായി നിങ്ങൾ സംസാരിക്കുക, കുറച്ചൊക്കെ മാന്യമായി ഇടപെട്. വെറുതെ കളവ് പറയാം എന്റെ പേരിൽ.